ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലൻ അറിയിപ്പ് കഴിഞ്ഞു. ഒരു നല്ല കലാസൃഷ്ടിയുടെ അന്തിമ വിധി കൽപ്പിക്കപ്പെടുന്ന ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ ഒരുപക്ഷെ വേറൊരു തലമുറ പിറക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വരാം. ഇതൊക്കെ കലയുടെ ലോകത്ത് അസാധാരണമായ സംഭവങ്ങളല്ല. കടൽ തീരത്ത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു തിര വന്നടിച്ചിട്ട് ഞാൻ ഈ വെള്ളത്തിനകത്ത് പോയി. പക്ഷെ വെള്ളത്തിനകത്ത് പോയിട്ട് കടലിനടിയിൽ ഒരു പാറയ്ക്കകത്തൊരു ഹോളിൽ ഞാൻ സേഫ് ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഒരു തിര അടിച്ചിട്ട് ഞാൻ ഈ പാറ ഞാനോ കൂടിയിട്ട് മുകളിലെത്തും. കരിയറിൽ അങ്ങനെ ഒന്ന് സക്സസ് ആവാതെയൊക്കെ നിൽക്കുന്ന സമയത്ത്, അങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് അതൊക്കെ ഒരു ദിവസം ഞാൻ തിരയടിച്ച് പാറ ബീച്ചിലെത്തും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നിടത്തേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. വണക്കം. ഇപ്പോൾ ദിലീഷിൻ്റെ കുട്ടിക്കാലത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നായിരിക്കുന്നു. കോട്ടയം സ്വദേശിനിയാണല്ലോ അല്ലേ? അങ്ങനെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരെ പോലെ നാട്ടിൻപുറത്ത് അങ്ങനെ ഒരു വില്ലേജിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഓമല്ലൂർ എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. കുറുപ്പന്തറ കോവല്ലൂരിനൊക്കെ ഇടയ്ക്കായിട്ട് കുറച്ച് അകത്തോട്ട് കയറണം. എനിക്കാണ് ബസ് പോകുന്ന റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാലാണ് എൻ്റെ വീടുള്ളത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ വീട് നല്ലൊരു സ്പോട്ടിലായിരുന്നു ഇരുന്നത്. ഫ്രണ്ടിലിങ്ങനെ പാടമാണ്. ഇപ്പോൾ ആ പാടമൊക്കെ നികത്തപ്പെട്ടു. പക്ഷേ എന്നാലും ഫ്രണ്ടിൽ എനിക്കൊരു ഒരു പാടവും ഒരു ചെറിയ കൈത്തോടുമൊക്കെയുള്ള എൻ്റെ കരയ്ക്കായിട്ടാണ് വീടുള്ളത്. സ്ഥലത്തേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഞാൻ ഇപ്പോഴും താമസിക്കുന്ന അവിടെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഒരു വീട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്കൂളിംഗ് സാധാരണ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ആണ് പഠിച്ചത്. ഞാൻ സെൻറ്റ് തോമസ് LP സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കുറുപ്പന്തറയിലൊരു സ്കൂളുണ്ട് 4ാം ക്ലാസ് വരെയുള്ള. അവിടെയായിരുന്നു 4ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ 5 മുതൽ 10ാം ക്ലാസ് വരെ ഇമ്മാനുവൽസ് ഹൈസ്കൂൾ കോവല്ലൂർ എന്ന് പറഞ്ഞിട്ട് കോവല്ലൂരത്തെ സ്കൂളിൽ 2 സ്കൂളിലായിട്ടാണ് 10ാം ക്ലാസ് വരെയുള്ള പഠനം പോകുന്നത്. ആ കാലമൊക്കെ ഓർമ്മയുണ്ടോ? എങ്ങനെ? ഓർമ്മയുണ്ട്. നല്ല 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 ഓർമ്മ തന്നെയുണ്ട്. എനിക്ക് ചെറുപ്പം പോലെ ഈ കൂട്ടുകാർ ഭയങ്കര ഒരു അടുപ്പമുള്ള ചില സുഹൃത്തുക്കൾ. ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാത്ത ആളാണ് ഞാൻ. ഇങ്ങനെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. എനിക്ക് എപ്പോഴും ആരെങ്കിലും കൂടെ വേണം, വർത്തമാനം പറയാൻ. അങ്ങനത്തെ ഒരു കൂടെ ഒരു പ്രസൻസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. അതേ ഒരു സംഘം ചേർന്ന മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോഴും അല്ലേ? എപ്പോഴും എനിക്കത് എപ്പോഴും ഇങ്ങനെ ഒരു ഓരോ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കാനും അഭിപ്രായം പറയാനും ബൗൺസ് ചെയ്യാനും ഒരാൾ കൂടെ എപ്പോഴും വേണം. അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ഒരു യാത്രയിൽ ഉടനീളം അങ്ങനെ ഒരു സുഹൃത്ത് എപ്പോഴും എൻ്റെ റൂമിൽ താമസിക്കുന്ന അങ്ങനെ കൂടെ ആയിട്ട് ഒരു ആളുണ്ടാവും. പൊതുവേ സിനിമ എന്ന് പറയുന്ന ഒരു സങ്കേതത്തിലോട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്ന ഏത് ഒരു പ്രായത്തിലായിരിക്കും? ടെലിവിഷനിലൊക്കെ ആയിട്ടാണ് ആദ്യ സമയ സിനിമകളൊക്കെ കണ്ടതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ തിയേറ്ററിൽ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും എൻ്റെ ഫാദർ ഇങ്ങനെ ഈ ഫിലിം ഡിസ്ട്രിബ്യൂട്ടറുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് പപ്പായ്ക്ക് ഇങ്ങനെ തിയേറ്ററുകളിലൊക്കെ ചെറിയ പരിചയം, അപ്പോൾ തിയേറ്ററുകളിലൊക്കെ അറിയാം. അപ്പോൾ എവിടെയും ഇപ്പോൾ കോട്ടയത്തിനൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോയി തിയേറ്ററിൽ ഇരുത്തിയിട്ടായിരിക്കും ചിലപ്പം പപ്പ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇങ്ങനെ പോവുക.
അപ്പം അങ്ങനെയൊക്കെ ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ചെറുപ്പത്തിലൊരു അനുഭവത്തിൽ ഞാൻ അതാണ് ഏറ്റവും ആദ്യം തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ എന്നാണ്. ഏത് പടമൊന്നും അറിയത്തില്ല. ഏറ്റുമാനൂരുള്ള തിയേറ്ററിൽ പപ്പ അതിനെ കൊണ്ടുപോയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഇരുത്തിയിട്ട് പോയതാണ്. അപ്പം ഞാനിങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ എന്തോ അടുക്കള, എൻ്റെ മനസ്സിലൊരു ഇമേജാണ്, അടുക്കളയുടെ പുറകിൽ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ അവരെ ഇങ്ങനെ ഭയങ്കര ആക്രമിക്കാനായിട്ട് ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം. അപ്പം എനിക്ക് ശരിക്കും ആ പ്രായത്തിൽ ഇരുന്നിട്ട് എനിക്ക് അവരോട് വിളിച്ച് പറയണം തോന്നി, ഒരാൾ പുറകിൽ നിന്ന് വരുന്നു എന്ന്. എനിക്കിങ്ങനെ എങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായി. അതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു തിയേറ്റർ സിനിമ കാഴ്ചയായിട്ട് ഓർമ്മയുള്ളത്. പിന്നീട് ഇങ്ങോട്ടും കുറച്ചും കൂടെ സിനിമേനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും എനിക്കിങ്ങനെ സിനിമ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടെക്നിക്കലി ഈ സിനിമേനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ അറിയാതെ മറന്ന സിനിമയ്ക്ക് ഉള്ളിലേക്ക് പോവുകയും ആ കഥാപാത്രങ്ങളുടെ ലോകത്തോട്ട് പോവുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ അച്ഛൻ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമുക്ക് പണ്ടൊക്കെ കൗതുകമാണല്ലോ ഈ ഫിലിം റീൽ പെട്ടി, അതൊക്കെ ആ കാലത്തല്ലേ? അതെ 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 അതെ. അതൊക്കെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ടോ? പിന്നെ ചെറിയ ഫിലിം ക്ലിപ്പുകളൊക്കെ കിട്ടുമായിരുന്നു, പോസ്റ്റേഴ്സ് ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. ഞാൻ സ്കൂളിലെ ബുക്സൊക്കെ പൊതിഞ്ഞിരുന്നത് സിനിമയുടെ പോസ്റ്റർ കൊണ്ടായിരുന്നു. ഓ, ഇഷ്ടംപോലെ പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്നെ സ്കൂളിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു. അങ്ങനെ പിള്ളേരൊക്കെ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു സിനിമ പോസ്റ്റർ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഞാനിത് പിന്നെ കുറച്ച് കാലം എൻ്റെ ഇത് തിരിച്ചു പൊതിയുമായിരുന്നു ഇങ്ങനെ വെള്ളപ്പുറം. അന്ന് ലാലേട്ടൻ ഫാനായിരുന്നു, മമ്മൂക്ക ഫാനായിരുന്നു? കുട്ടിക്കാലത്ത് കുറച്ച് കോമഡി സിനിമകളൊക്കെ ആയിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ആ സമയത്ത് വന്നിട്ടുള്ള കിലുക്കം പോലുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇതായിരുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചാൽ ചിലപ്പം ലാലേട്ട സിനിമകളായിരുന്നു അന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതൊരു ഗ്രാമപ്രദേശമാണല്ലോ. അവിടുന്ന് മറ്റൊരു പട്ടണത്തിൽ പോയിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഈ കോളേജിലെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? കോളേജ് ഞാൻ മാന്നാനം കെ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിലാണ് പഠിച്ചത്. മാന്നാനാണ്, കോട്ടയം ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അതൊരു വില്ലേജിൽ തന്നെയാണ് കോളേജ് ഇരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഒരു ടൗണിനകത്തിരിക്കുന്ന കോളേജൊന്നും ആയിരുന്നില്ല. എന്നാലും എനിക്ക് പറഞ്ഞാലൊരു അരമണിക്കൂർ മുകളിൽ ബസ്സിൽ യാത്ര ചെയ്ത് വേണം, അതായത് വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം. അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രി 2 വർഷം അങ്ങനെ പോയി പഠിച്ചത്. പിന്നീട് എന്താ പഠിക്കാൻ പോയത്? BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിന് മൈസൂരിൽ ഫിലോമിനാസ് കോളേജിൽ പഠിച്ചു. അവിടെ എങ്ങനെ? അവിടെ അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. ലൈഫിലെ ഒരു തന്നെത്താനെ നമ്മൾ ജീവിക്കുന്ന ആദ്യത്തെ കാലഘട്ടം എന്ന് പറയാം. അപ്പോൾ അതുവരെ നമ്മൾ പൂർണ്ണമായിട്ടും പേരൻസിലും വീട്ടിലൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു പരിധി വരെ അങ്ങനെ പുറത്തോട്ട് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സാഹചര്യം കിട്ടാത്ത ആളാണ്. ബേസിക് ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്കൊരു ചുറ്റുവട്ടത്തിനും അകത്തായിരുന്നു നിന്നത്. അതിന് പുറത്തേക്ക് പോകുന്നത് മൈസൂരിലെ പഠനത്തിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഒക്കെ ആയിരുന്നു ആ ടൈമിൽ. ഞാൻ അവിടെ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഫോൺ വിളിച്ച് കരച്ചിലായിരുന്നു, ഡെയിലി ഞാൻ തിരിച്ചു വരുവാന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവിടെ പോയി നിന്നത്. പക്ഷേ അത് പതുക്കെ അതിങ്ങനെ അങ്ങനെയൊരു സൗഹൃദങ്ങൾ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും പ്രശ്നങ്ങളെ നേരിടുന്നതും ഒക്കെ ഒറ്റയ്ക്കായി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് ആ ഒരു സമയത്താണ് പുതിയൊരു അതുവരെ നമ്മളൊരു കുറേ കാലങ്ങളായിട്ടൊരു സൗഹൃദത്തിലും ഒക്കെ ആയിരുന്നു നിന്നിരുന്നത്. അതൊക്കെ മാറി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ കുറച്ച് സുഹൃത്തുക്കളുണ്ടാവുന്നു. അവർ പിന്നെ ജീവിതത്തിൽ ഭയങ്കര സ്വാധീനം വരുത്തിയിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് മാറുന്നുണ്ട് അവർ. അപ്പോൾ അതൊരു സാങ്കേതിക വിദ്യാഭ്യാസം ആയിരുന്നല്ലോ, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതിൽ നിന്ന് സിനിമയുടെ ലോകത്തേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? മൈസൂരിലേക്ക് പോയപ്പം സംഭവിച്ചൊരു മിസ്സിങ് എന്നാന്ന് വെച്ചാൽ, ഞാൻ മലയാള സിനിമകളല്ലാത്ത സിനിമകൾ വളരെ കുറച്ചേ കാണലുള്ളൂ. വളരെ റെയറായിട്ട് ഭയങ്കര എനിക്ക് ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ് അത് മനസ്സിലാക്കുന്നതിലുമൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കോണ്ടസ്റ്റുകളും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ആസ്വദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം മൈസൂരിലെത്തിയോടുകൂടി എൻ്റെ സിനിമാ കാഴ്ചയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. കാരണം സുൽത്താൻ ബത്തേരി അടുത്താണ്, വലിയ ദൂരമില്ല. അപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ ഈ ശനി ഞായറൊക്കെ അവധി കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഒരു ദിവസം കൊണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് കുറേ ഫ്രണ്ട്സുണ്ട് പഠിക്കാനായിട്ട്. അപ്പം കഴിവതും അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ബസ് കയറുക, സുൽത്താൻ ബത്തേരിക്ക് പോവുക, 2-3 സിനിമ അടുപ്പിച്ച് കാണുക, കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസം 2-3 സിനിമ കണ്ടിട്ട് തിരിച്ചു വരും. ആദ്യം ചെയ്യുന്ന എന്തോ ഒരു ഷോർട്ട് ഫിലിം എന്തോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ ഒരു ഓർമ്മ? എന്താ അത്? കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്. ഞാൻ ബാംഗ്ലൂരിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സമയത്ത് ഞാനിങ്ങനെ അന്ന് HDFC ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കാലം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അനി കരുവല്ലി എന്ന് പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം നജുന സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് എന്തോ ബാംഗ്ലൂരിലൊരു സ്റ്റുഡിയോ നടത്തുന്നതാണ്. പുള്ളി അന്നത്തെ ഒരു അറിയപ്പെടുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫറൊക്കെ ആയിരുന്നു. അപ്പം പുള്ളി ഒരു പരിപാടി വർക്കിങ്ങനെ കൈരളി TV-ക്ക് വേണ്ടിയിട്ടൊരു ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അന്ന് ടെലി സിനിമ എന്നാണ് അതിന് പറയുക. ഷോർട്ട് ഫിലിം എന്നുള്ള പ്രയോഗമല്ല, ടെലി സിനിമ എന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സാധനം വരിക. അതെനിക്ക് തോന്നുന്നു അത് ആദ്യം പുള്ളിയൊക്കെ ആയിട്ട് വേറെ ആളുമൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന അവസാന ഘട്ടത്തിൽ അതിലൊരു
കോൺഫ്ലിക്റ്റ് വരികയും അതിനെ തുടർന്ന് പെട്ടെന്ന് ബാംഗ്ലൂരിൽ നിന്നൊരു സംവിധായകനെ കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മളിങ്ങനെ താല്പര്യമായിട്ട് ചില വിഷയങ്ങൾ സംസാരിക്കും സിനിമയെക്കുറിച്ചൊക്കെ. ആ ധാരണയുടെ പുറത്ത് എന്നെ ആ വർക്ക് ഏൽപ്പിച്ചതാണ്. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അത് ദുരന്തമായിരുന്നു. അതുണ്ടോ ഇപ്പോൾ ടി വിയിലുണ്ടോ? ഇല്ല, എനിക്കറിയത്തില്ല. അത് എവിടെയെങ്കിലും ഭയങ്കര മോശം വർക്കാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ ഒരു ഇതെന്താ? അതിൻ്റെ ആദ്യത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പണി പാളി. കാരണം ഞാൻ അത്ര പ്രിപ്പയർഡും അല്ല. പിന്നെ നമ്മളൊരു പുറമേ നിന്നുള്ള ധാരണ പോലെയല്ല അതിനെ ഷോട്ടുകളായി കണ്ട് അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പം ഒരുപാട് നമ്മൾ ഉദ്ദേശിച്ചതിലധികം പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട്. ഞാൻ അന്ന് രാത്രിയിൽ അന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം ഷൂട്ടും രാത്രിയിലിരുന്ന് ഞാനിങ്ങനെ ടി വി അന്ന് അവൈലബിൾ ഉള്ളൂ. ടി വിയിൽ ലേറ്റ് നൈറ്റ് സീരിയൽസും ഒക്കെ ഇരുന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അന്ന് തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ ടെക്നിക്കലി ഒന്നും കൂടെ സിനിമേനെ സമീപിക്കാൻ എങ്ങനെയാണ് ഈ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം, നമ്മുടെ മനസ്സിലുള്ള ഒരു കാഴ്ചേനെ ഇങ്ങനെ ഷോട്ടുകളായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നതിലേക്ക് എന്നെ ആലോചിപ്പിച്ച് തുടങ്ങുന്നത് ആ വർക്കാണ്. അത് ചെയ്തതുകൊണ്ടാണ് പിന്നീട് അടുത്ത് അതിനെ തുടർന്ന് അനിച്ചേട്ടായിക്ക് വേണ്ടി തന്നെ ഞാൻ 3-4 ഷോർട്ട് ഫിലിം ടെലി സിനിമകൾ കൈരളിയിൽ സൂര്യയിലും ഒക്കെ ആയിട്ട് ആ സമയത്ത് എല്ലാ സീസണിലും ചെയ്തിരുന്നു. പിന്നീട് സഹസംവിധായകനാകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നില്ലേ? ഈ ആഗ്രഹം ഉള്ളിൽ ആദ്യം മുതലും ഉണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടിലിങ്ങനെ ചോദിച്ചു, എന്നെ എന്തെങ്കിലും സിനിമ പഠിപ്പിക്കാൻ വിടാവോ എന്നൊരു തീരെ യോജിക്കുന്നൊരു ചോദ്യമല്ല. എൻ്റെ ഒരു സിറ്റുവേഷനിലും ഫാമിലി സാഹചര്യങ്ങളിലും ഒക്കെ തീരെ യോജിക്കുന്ന ചോദ്യമല്ല. അപ്പം കുറച്ച് നേരം എൻ്റെ അച്ഛനിങ്ങനെ നോക്കി നിന്നുണ്ട്. എനിക്ക് ഭയങ്കര സിനിമാ ഭ്രാന്താന്നുള്ളൊരു തോന്നലാണ് വീട്ടിൽ മൊത്തം ഉള്ളത്. അപ്പം ഞാനിങ്ങനെ സിനിമയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞത് അന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എന്നിട്ട് കൊള്ളാവുന്ന വല്ലയിടത്തും പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് വെറുതെ സിനിമ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പഠിക്കണമെങ്കിൽ തന്നെ പൂനെയിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിനിമം ഗ്രാജുവേഷനിലും അച്ചീവ് ചെയ്യണം. അപ്പം നീ അവിടം വരെ എന്നിട്ട് നമുക്ക് ആലോചിക്കാൻ. കമ്പ്യൂട്ടർ പഠിക്കാൻ പറഞ്ഞയക്കുന്നത്? അതെ. ഈ സഹസംവിധായകനായിട്ടുള്ള അനുഭവങ്ങളുടെ ഇതെന്തായിരുന്നു? എൻ്റെ സൈജു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കോളേജിൽ മൈസൂർ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ട്, സൈജു അഗസ്റ്റിൻ, കണ്ണൂരുള്ള. അപ്പോൾ സൈജു ഞാനും കൂടെ ബാംഗ്ലൂർ ഇങ്ങനെ ബാക്കി സുഹൃത്തുക്കളൊക്കെ പൊതുവേ സിനിമ ഇഷ്ടമാണ്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി നമ്മളൊരു കഥ ആലോചിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കും അന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ അധികം സുഹൃത്തുക്കളെ അറിയിക്കാതെ, അവരുടെ ഒരു കളിയാക്കലിന് വിധേയനാകാതിരിക്കാൻ വേണ്ടി അധികം സുഹൃത്തുക്കളെയൊന്നും അറിയിക്കാതെ തന്നെ ഞാനും സൈജും കൂടെ ഭയങ്കര രഹസ്യമായിട്ടിരുന്നിട്ട് ഒരു സിനിമയ്ക്ക് പറ്റുന്ന കഥ ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചു. അങ്ങനെ ഇങ്ങനെ ഒരു കഥയൊക്കെ ആയി വന്ന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസർ യാദൃശ്യമായിട്ട് ബാംഗ്ലൂർ വരികയും അദ്ദേഹത്തെ ഇങ്ങനെ കാണാനൊരു അവസരം കിട്ടി. അപ്പം ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഇത് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഐഡിയ. പുള്ളി കുഴപ്പമില്ല, ഒന്ന് എഴുതി നോക്കുന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇതൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ഐഡിയ ആലോചിക്കുന്നു. പിന്നീട് ഞാൻ ഈ സൈജു ഞാനും കൂടെ ചെന്നൈക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് 1-2 ദിവസത്തെ ചെറിയ ശ്രമമായിട്ടന്ന് എനിക്കാണ് കലവൂർ രവികുമാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ശരിയായിട്ട് അങ്ങനെ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോടൊരു കഥ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്ന് കഥയിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ട്രെയിൻ യാത്രയ്ക്ക് ടോണി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും 3 പേരും കൂടിയാണ് പോയത്. എന്നിട്ട് അവിടെ പോയി തിരിച്ച് വന്നതിന് ശേഷം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്, അപ്പം ഈ എഴുത്തെന്നുള്ള ആലോചനയാണ് അപ്പോൾ ഉള്ളത്. കാരണം നമുക്ക് സംവിധാനത്തെക്കുറിച്ച് തന്നെ കുറച്ചും കൂടെ ടെക്നിക്കൽ ധാരണ വേണം. അപ്പം നമുക്ക് ആലോചിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് എഴുത്തിലേക്ക് ശ്രമിക്കാമെന്ന് കരുതുന്നു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരാം, സീരിയസ് ആയിട്ട് എന്തെങ്കിലും സിനിമേനെ കാണാം. അതിന് കാരണമാകുന്ന സൂരജ് റോയി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെ യാദൃശ്യമായിട്ട് കോട്ടയത്ത് നിന്ന് കാണുന്നു. അപ്പോൾ അവർ ചെറിയ പരസ്യങ്ങളും പരിപാടികളൊക്കെ നാട്ടിൽ ചെയ്യുന്നെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയും അവരോട് കൂടെ മൂവ് ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഇവരുടെ അസിസ്റ്റൻസായിട്ട്, റോയിയുടെയും സൂരജിൻ്റെ അസിസ്റ്റൻസായിട്ട് പിന്നീട് ഞാൻ പരസ്യങ്ങളിലും ചെറിയ ഈ പറഞ്ഞ പോലത്തെ ഷോർട്ട് ഫിലിംസും ടെലി സിനിമകളും ഒക്കെ ആയിട്ട് പോയി. ഈ റോയിയാണ് കരാട്ടെ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ജീവിതം എങ്ങനെയാണ് പോകുന്നത്? പഠിച്ച് ചെറിയൊരു ജോലിയൊക്കെ കിട്ടി. അപ്പം ഒരു ഫിനാൻഷ്യൽ താങ്ങാവും ഫാമിലിക്ക് എന്നൊക്കെ കരുതുന്ന ഒരു സമയത്താണ്
അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ സെറ്റിൽഡ് ആവുന്നു എന്നൊക്കെ വീട്ടുകാരിങ്ങനെ കരുതുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ ഞാനങ്ങനെ അനുവാദമൊന്നും മേടിക്കാതെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുവാണ്. നാട്ടിൽ വന്ന് അന്ന് ഞാൻ പറയുന്നത് ഇനീഷ്യൽ ഘട്ടത്തിൽ വീട്ടിൽ പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പഠനമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നല്ല അവസ്ഥയിലല്ല. അപ്പോൾ എനിക്കൊരു 1 വർഷത്തെ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു ഞാൻ. അപ്പം അതുകൊണ്ട് 1 വർഷത്തേക്ക് നാട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ലഗേജ് ഒക്കെ ആയിട്ട് മൊത്തം വന്ന് കിട്ടി പിറകെ. അപ്പം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അന്നത് അത്ര ഓക്കെ അല്ലായിരുന്നു. അവരതിനെ മാക്സിമം എതിർക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഞാനിങ്ങനെ 1 വർഷത്തെ ഒരു ബ്രേക്ക് എന്നേ പറയുന്നുള്ളൂ. സിനിമ എന്നൊക്കെയുള്ളൂ പതുക്കെയാണ്. പിന്നെ ഞാൻ അപ്പോൾ എൻ്റെ ഒരു പ്ലാനും 1 വർഷത്തേക്കൊന്ന് സിനിമയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ സൂരജും റോയിയും കൂടെ അവിടെ അഡ്വർടൈസിങ് കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ അസിസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാകാൻ സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം എന്നുള്ളതാണ് അന്നേരം ഇപ്പം നോക്കുന്നത്. ഈ നാട്ടിൽ ചിലവിട്ട ഈ 1 വർഷം എന്ന് പറയുന്നത് അന്ന് ആ സമയത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു ശരിക്കും? സംക്രാന്തിയിൽ സൂരജിൻ്റെ റോയുടെ ഒരു ഓഫീസുണ്ട്. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, രാവിലെ തന്നെ ഇറങ്ങും. റോയുടെ ബൈക്കിൽ ഞങ്ങൾ അവിടെ പോകും. ലഞ്ചൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ടാവും. അവിടെ ഓഫീസിൽ പോയിരുന്ന് കഴിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, എന്തെങ്കിലും കഥകളെക്കുറിച്ച് ആലോചിക്കുക, ഇതൊക്കെ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ എങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല. കയ്യിലുള്ള ചെറിയ സമ്പാദ്യങ്ങളൊക്കെ തീർന്നു. കൂട്ടുകാരൊക്കെ ചെറിയ കടം മേടിച്ചൊക്കെ അങ്ങനെ ഒരു പീരീഡ് പോകുന്നു. അന്ന് തീരെ വരുമാനമില്ല. അന്ന് നമുക്ക് ഉദ്ദേശിച്ച തരത്തിലൊന്നും ഉള്ളൊരു പേസിലല്ല എന്ന് മനസ്സിലായി. 1 കൊല്ലം കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇതിൽ എത്തിപ്പെടാൻ പറ്റും. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്ത ടൈമിങ് ഭയങ്കര കുറവാണ്. 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാവുന്നൊരു കാര്യമല്ല. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ്. ഞാൻ മുമ്പ് ജോലി ചെയ്തപ്പോൾ എനിക്ക് സാലറി കിട്ടിയപ്പോഴോ അല്ലെങ്കിൽ പഠിച്ചിരുന്ന കാലത്തൊന്നും എനിക്ക് കിട്ടാത്തൊരു സന്തോഷം ഈ ഒരു പ്രോസസ്സിൻ്റെ പുറകെ പോകുമ്പോൾ ഉണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. 1 കൊല്ലം ഞാൻ ഉള്ളത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഞാൻ എന്തായാലും ഇവിടുന്നൊരു ബേസിക് സർവൈവിങ്ങിനുള്ള ഒരു വരുമാന മാർഗ്ഗത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നു. അപ്പം ഞാൻ ഒരു സംവിധായകനായില്ലെങ്കിലും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഈ മേഖലയിൽ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ അന്നുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങനെ അങ്ങ് നിൽക്കാം എന്ന് ചെയ്യണം. പതുക്കെ എങ്ങനെയെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നൊരു കാലമാണ് അത്. ടെലി സിനിമകളിൽ നിന്നും പ്രോപ്പർ സിനിമകളിലോട്ടുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് അന്ന് ഞാൻ ഒരു ആൽബമൊക്കെ വർക്ക് ചെയ്തിരുന്നു, ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ. അപ്പം അതൊക്കെ ചെയ്യുന്ന ഒരു ജയേഷ് തമ്പാൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അദ്ദേഹം അന്ന് വേറൊരു സിനിമയിലൊക്കെ 1-2 സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല പരിചയവും അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന KK റോഡ് എന്ന് പറയുന്ന ഒരു ബാബു ആന്റണിയുടെ സിനിമ ഉണ്ടായിരുന്നു, 9 KK റോഡ്. നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ടൊക്കെ കഴിയാറായി. അവസാനത്തെ ഒരു കുറച്ച് ദിവസം ലാസ്റ്റ് ഷെഡ്യൂൾ ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ അതിന് വേണ്ടി ശ്രമിക്കുകയും എനിക്ക് അതിലങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാനാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ആ പടത്തിൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസാനത്തെ ഷെഡ്യൂള് ഷൂട്ട് ചെയ്യാനും അതെനിക്കൊരു കിട്ടിയൊരു ഗുണം. അതിനെ ചെറിയ ഷെഡ്യൂളാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ടോട്ടലി സജീവമായിട്ട് നിൽക്കാനും AVM സ്റ്റുഡിയോയിൽ പോകുന്നതും എഡിറ്റിംഗ് കാണുന്നതും ഒക്കെ അങ്ങനെയെല്ലാം ഉള്ള എക്സ്പീരിയൻസും എനിക്ക് ആദ്യം കിട്ടുന്നത് ആ പടത്തിൽ നിന്നാണ്. AD എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ പണികളാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ പോസ്റ്റിലേക്കാണ് ആദ്യ സിനിമയിൽ തന്നെ വരുന്നത് ഏകദേശം. പിന്നീട് അങ്ങോട്ട് ഞാൻ വർക്ക് ചെയ്തൊക്കെ അങ്ങനത്തെ ഒരു പോസ്റ്റിലായിരുന്നു. അപ്പം ചാർട്ട് ചെയ്യുക, സീൻസ് പ്ലാൻ ചെയ്യുക, ആക്ടേഴ്സിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ലൊക്കേഷനിൽ അതിൻ്റെ ഡയറക്ടറുടെ പ്രധാന അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര വിജയങ്ങളായ സിനിമകളായിരുന്നില്ല, അല്ലെങ്കിൽ നല്ല സ്ട്രക്ചറിലുള്ള സിനിമകളായിരുന്നില്ല. കൊമേഴ്ഷ്യലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആർട്ടിസ്റ്റിക്കായിട്ടൊന്നും അങ്ങനെ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്ത സിനിമകളിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ സിനിമകളൊന്നും അത്ര നന്നായിട്ട് വന്നില്ല. പക്ഷേ എനിക്ക് ഒരു തുടക്കക്കാരനെന്ന നിലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് എല്ലാ ഘട്ടത്തിലും കിട്ടിയിരുന്നു. സീനിയർ ഡയറക്ടേഴ്സൊക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാനൊക്കെ. ഈ 7ഓളം സിനിമകൾ ശരിക്കും ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഫ്ലോപ്പായിട്ട് പോയൊരു കാലഘട്ടമാണല്ലോ അത്. അപ്പോൾ ആ കാലത്ത് എങ്ങനെയാണ് ഒരു മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? നമ്മളിപ്പോൾ ഒരെണ്ണം കഴിയും അടുത്തതിന് വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയിനായിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ തുടങ്ങി തന്നെ. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല.
അപ്പോൾ എനിക്കിങ്ങനെ ഏജ് കൂടി വരുന്നു. അപ്പം അങ്ങനത്തെ പ്രഷറുകളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നത്തിലാണ്. അപ്പം ആ സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് അന്നേരം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അപ്പം അങ്ങനെ അതിങ്ങനെ വന്നു ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് എനിക്ക് തീരെ ഇനി ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ എനിക്ക് ഉണ്ടായിരുന്ന കുഴപ്പമില്ലാത്തൊരു ജോലി കളഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നൊരു ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾക്കുള്ളതുപോലത്തെ ഒരു നല്ല ലൈഫ് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ ഞാൻ കരുതി എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ ഈ ഉദ്ദേശിച്ച സന്തോഷം പതുക്കെ കുറഞ്ഞു തുടങ്ങി, അത് കിട്ടാണ്ടായി തുടങ്ങി. ഇതിങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു ജോലിയായിട്ട് മാറാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ ഞാൻ പറയാം ആൾക്കാരോടൊക്കെ പെട്ടെന്ന് ചൂടാവുന്ന, ഇപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാനിങ്ങനെ വന്ന കാലത്തൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് സീനിയർ ബോറൻ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെ കാറ്റഗറിയിലേക്ക് ഞാനും വിടുവാണ്. ഇപ്പം സ്ട്രെസ്സും പ്രഷറും ഒക്കെ കൊണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ചൂടാവുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ എനിക്ക് എന്നോടുള്ള ചെറിയ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് പതുക്കെ തോന്നി തുടങ്ങി. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും തരത്തിൽ ഈ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാനും ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്ന ആ സമയത്താണ്. അപ്പം അങ്ങനെയാണ് പിന്നെ പഠിക്കാൻ പോകാമെന്നുള്ളത് ആലോചന. പക്ഷേ എന്തുകൊണ്ട് കാലടി പോലൊരു സ്ഥലത്തേക്ക് പോകാൻ ആലോചിച്ചു? ഫ്രഷ് ആയിട്ടുള്ളൊരു സർക്കിളിൽ ഇൻവോൾവ് ചെയ്യുക, അവരുമായിട്ടിങ്ങനെ അങ്ങനത്തെ ഒരു ആഗ്രഹം അന്ന് ആ സമയത്ത് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു 3 Char Sobis എന്ന് പറയുന്ന ഒരു സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് ഞാനിങ്ങനെ. അപ്പം ഞാൻ അവിടുത്തെ എന്തെങ്കിലും എറണാകുളത്ത് തന്നെ നിൽക്കുകയും ചെയ്യാം. അപ്പം ഞാൻ മഹാരാജസിലും എല്ലാം പോയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സിന് PGക്ക് ചെയ്യാം എന്നൊരാലോചനയായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ അന്നത്തെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ADs ആയിട്ട് പടത്തിലുണ്ടായിരുന്ന സുധീർ ബാബു എന്നൊക്കെ പറയുന്ന സുഹൃത്തുണ്ട്. അപ്പം പുള്ളിയൊക്കെയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുധീർ ബാബുവാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ കാലടിയിൽ ഇങ്ങനെ തിയേറ്റർ കോഴ്സുണ്ട് കാലടി യൂണിവേഴ്സിറ്റിയിൽ, നല്ല കോഴ്സാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തായാലും പഠിക്കാമെന്ന് പറഞ്ഞ് പോകണം. അപ്പം കുറച്ച് എനിക്കിഷ്ടപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇതുമായിട്ട് കുറച്ച് അടുത്ത ഒരു സാധനത്തിന് ട്രൈ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കാലടിയിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുന്നത്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 10-31 വയസ്സൊക്കെ ആയി കാണും. ആ ക്ലാസ്സിലൊരു മൂത്താപ്പ എന്ന് പറഞ്ഞ പോലെ സെർബിയടയ്ക്ക് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ക്ലാസ്സിലിരിക്കുന്നത്. പക്ഷെ അത് എന്നെ ശരിക്കും ഭയങ്കര യങ്ങാക്കി കുറച്ചും കൂടെ. അങ്ങനത്തെ ഒരു കുട്ടികളിലൂടെ, അല്ലെങ്കിൽ എന്നേക്കാളും ഏജ് കുറഞ്ഞ ആ ഒരു വ്യത്യാസം ഞാൻ ഭയങ്കരമായിട്ട് അവിടെ ചെന്നതേക്ക് ഫീൽ ചെയ്തത്. ശ്യാം പുഷ്കരൻ പറയുക ഞാൻ യൗവനം വീണ്ടെടുക്കാൻ പോയതാണെന്നാണ് പറയുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സന്തോഷം എനിക്ക് തിരിച്ചു കിട്ടി. അതാണ് കാലടിയിൽ അങ്ങനെ സുഹൃത്തുക്കളും അങ്ങനെ അടിപൊളി ഭയങ്കര ആക്റ്റീവായിട്ട് നാടകങ്ങൾ ചെയ്യുന്നു, അതിൽ ഇൻവോൾവ് ചെയ്യുന്നു, ആ പ്രോസസ്സിലേക്ക് പോകുന്നു, അത് ക്വാളിറ്റിയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുന്നു, അതിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ആ റിസൾട്ടൊക്കെ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. ആ റിസൾട്ടിലുള്ള ആനന്ദം എനിക്ക് കിട്ടി അവിടെ നിന്ന്. അപ്പം അതാണ് എന്നെ റീഫ്രഷാക്കി. ഞാൻ അങ്ങനെ ഒരു എന്നാ പറയുക, ഒരു ഫ്രസ്ട്രേറ്റഡ് ആളിൽ നിന്ന് വീണ്ടും ഭയങ്കര വേറൊരു വ്യക്തിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അതൊരു വലിയ പീരീഡായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അത് ഫിലിം മേക്കർ എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തി എന്ന നിലയിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനല്ല തിരിച്ചു വന്നതെന്നാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയ ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് സജീവമാവുകയാണ് ചെയ്തത്. പിന്നെ MPhil ചെയ്തു, പക്ഷേ എന്നാലും ആ സമയത്തേക്ക് ഞാൻ സിനിമയിലേക്ക് ആക്റ്റീവായി. ഈ MPhil പഠിച്ച സമയത്ത് തന്നെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അല്ല, ഈ സമയത്തും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ചെറിയ പടങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ MPhil ഞാൻ ജോയിൻ ചെയ്ത് താമസിക്കാതെ തന്നെ ഞാൻ ഈ സോൾട്ട് ആൻഡ് പെപ്പർ സംഭവിക്കുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ സംഭവിച്ചതോടുകൂടി ആഷിഖ് അബുവിൻ്റെ ഒരു ക്യാമ്പിലേക്ക് ഞാൻ എത്തുകയും, അങ്ങനെ ആഷിഖേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുന്നതോടുകൂടി പിന്നെ അങ്ങോട്ട് 22 ഫീമെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് ഞാൻ ഈ MPhil പഠിക്കുന്ന സമയത്താണ് അത് ചെയ്തത്. ശ്യാമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് എങ്ങനെയാണ്? ശ്യാമിനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു റിംഗ് ടോൺ എന്ന് പറയുന്നൊരു സിനിമ വർക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ ഞാനതിൽ ഇതേപോലെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ അതിൽ അസിസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ള ആളാണ് ശ്യാം പുഷ്കരൻ. അങ്ങനെ ആ സിനിമയുടെ സെറ്റ് വെച്ചിട്ടാണ് ശ്യാമിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ദിലീഷ് നായർ അടുത്ത സുഹൃത്തായിരുന്നു. ദിലീഷ് നായരെയും ഇങ്ങനെ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ശ്രീകുമാർ എന്ന് പറയുന്നൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ബാംഗ്ലൂർ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ വന്ന ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം പുള്ളി എഡിറ്ററായിട്ട് മാറി. അപ്പോൾ ആ സമയത്ത് ശ്രീകുമാറുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. ശ്രീകുമാറിൻ്റെ ഫ്രണ്ടായിട്ടാണ് ദിലീഷ് നായരെ പരിചയപ്പെടുന്നത്. ദിലീഷ് നായരും ശ്യാമുമായിട്ട് പരിചയപ്പെട്ട ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പെട്ടെന്ന് വളരെ ക്ലോസ്ഡ് ആവുകയും ഞങ്ങൾ കാര്യമായിട്ട് സിനിമാ ചർച്ചകളും ഒക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആകുകയും പിന്നെ വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഭയങ്കര അടുപ്പം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കിപ്പോൾ ഈ സിനിമകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇവിടെയൊക്കെ പലരുടെയും കെയർ ഓഫിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ശ്യാം ഒരു സുഹൃത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഞാൻ ജയേഷ് തമ്പാൻ്റെ ഫ്ലാറ്റിലാണ് പുള്ളിയുടെ വീട്ടിൽ ഒരു അങ്ങനെ കിടക്കാനൊന്നും അന്ന് നമുക്ക് അത്ര സാധ്യതകളില്ല. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലെങ്ങനെ ഇടും. അപ്പം ഞങ്ങൾക്കൊരു പ്രശ്നമായത് തന്നെ വെച്ചാൽ ഇപ്പം ഞാനും ശ്യാമും ദിലീഷും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാനും കൂടാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. അപ്പം നമുക്കങ്ങനെ ഒരു പുറത്തൊരു പെയ്ഡായിട്ടൊരു സ്ഥലത്ത് പോയി ഇരിക്കാനുള്ള പൈസയില്ല. അപ്പം നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ അല്പം മദ്യമൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിനിമാ ചർച്ചകളൊക്കെ ആയിട്ട് ഇരിക്കാനൊരു കോമൺ സ്പേസ് ഇല്ല എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എനിക്ക് ഇവരെ ക്ഷണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഓരോ സ്ഥലത്തും നമുക്ക് ഒരുമിച്ചിരിക്കാനൊരു ഇടമില്ല, ഒരുമിച്ച് സിനിമ സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഒരു ഇടമില്ല എന്നുള്ളൊരു തോന്നലൊരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ട് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ 3 പേരും കൂടി അറാഫത്ത് എന്ന് പറഞ്ഞിട്ട് തങ്കം ഡയറക്റ്റ് ചെയ്ത അറാഫത്തുണ്ട്. അപ്പോൾ അറാഫത്ത് എൻ്റെ ഒരു സുഹൃത്താണ്. അറാഫത്ത്, ദിലീഷ് നായരും ഞാനും ശ്യാമും കൂടിയിട്ട് വൈറ്റിലെ ഒരു വീടെടുക്കാൻ പ്ലാൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരു ഒറ്റമുറി വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുന്നത്. അപ്പം എൻ്റെ പഴയ മൈസൂർ കൂടെ എഴുതിയിരുന്ന സൈജു അഗസ്റ്റിനൊക്കെ വരുന്നുണ്ട്. കുറച്ച് കാലം സൈജു ഒക്കെ ഉണ്ടായിരുന്നു. ജിജോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ബോസ് നമ്മൾ വിളിക്കും. അപ്പം ജിജോയാണെന്ന് നമ്മളെ ഒരു പരിധിവരെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് ഫിനാൻഷ്യലി നമ്മളെ ജിജോ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരും. ജിജോയുടെ നിന്ന് എന്തെങ്കിലും മേടിക്കും മറിക്കും, അല്ലെങ്കിൽ ഫുഡൊക്കെ ആയിട്ട് വരുവാൻ. അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ഇത് വലിയ പുതുമയൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും ലൈഫിലുള്ളത് തന്നെ, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ അതിലൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. അഭിനയം പഠിക്കാൻ പോയ അല്ലെങ്കിൽ നാടകം പഠിക്കാൻ പോയ ദിലീഷ് പോത്തനല്ല തിരിച്ച് വന്നത്. പിന്നീട് വന്നത് കുറേ കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ക്യാമ്പിലോട്ടാണ്. ആക്ച്വലി ഇപ്പോൾ ആഷിഖ് കപൂറിനെ പോലെ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാളാണല്ലോ. അപ്പോൾ പഴയ സിനിമ മേക്കിംഗ് എക്സ്പീരിയൻസും ഈ ആഷിഖ് കപൂറിൻ്റെ ക്യാമ്പിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് വ്യത്യാസം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ഞാൻ ആഷിഖേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പുതിയതായിട്ടുള്ള ആശയങ്ങളും പുതുതായിട്ടുള്ള സിനിമാ ചിന്തകളുമായിരുന്നു എന്നുള്ളത് ഭയങ്കര നല്ലതായിരുന്നു. അന്നത്തെ കാലത്ത് ആ സമയത്ത് ഏറ്റവും ഒരു സിനിമയുടെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് സിനിമേനെ കൊണ്ടുപോകുന്ന ഫിലിം മേക്കേഴ്സിൽ ഒരാളായിരുന്നു പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിനകത്ത് മൊത്തത്തിൽ അപ്പോൾ ഓൾറെഡി ശ്യാം അവിടെയുണ്ട്, ദിലീഷ് അവിടെയുണ്ട്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും പുതിയ സാധ്യതകളും പുതിയ സിനിമകളും അത് ഭയങ്കര നമുക്ക് ഞാൻ പറയാം നാടകത്തിൽ നിന്ന് വന്നപോലെ തന്നെ എനിക്ക് ആ എനർജി തരികയും നമുക്ക് അങ്ങനെയുള്ള സാധ്യതകളിലേക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുകയും നമ്മളെ കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടുകയും ക്രിയേറ്റീവായിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഏരിയയിലെങ്കിലും നമ്മളെ ട്രസ്റ്റ് ചെയ്യുകയും നമുക്ക് ആ ഫ്രീഡം കിട്ടുകയും ചെയ്തു എന്നുള്ളതും എനിക്ക് ഭയങ്കര നല്ല അനുഭവമായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആഷിഖ് കപൂർ ക്യാമ്പിൽ പിന്നീട് അങ്ങോട്ട് ഒരു സ്ഥിരം സഹസംവിധായകൻ എന്ന നിലയ്ക്കൊക്കെ കയറുന്നത് എങ്ങനെയാണ്? അടുത്ത പടം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും 22 ഫീമെയിലാണ്. അതിൻ്റെ ഐഡിയ വന്ന് അതിങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള സമയം വന്നപ്പോൾ ഞാനങ്ങനെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ ഹീറോ ആ ഒരു കൂട്ടിമുട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പുള്ളീനെ അങ്ങനെ ആ ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു നറേഷനും ഒക്കെ കേൾക്കാൻ വേണ്ടി പുള്ളി വന്നപ്പോഴത്തേക്കുമാണ് പരിചയപ്പെടുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് കാരണമായ സൗഹൃദമായിട്ട് പിന്നീട് മാറുകയാണ് പതുക്കെ. ചാപ്പാക്കുരിശൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ പെർഫോമൻസിലൊരു പ്രതീക്ഷയുണ്ട്. 22 നമ്മൾ ഷൂട്ട് തുടങ്ങി പതുക്കെ ഇങ്ങനെ ഓരോ സീനുകളെ സമീപിക്കുന്നതും ഓരോ സീനുകൾ കാണുന്നതും ഒക്കെ നമ്മളിങ്ങനെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ആക്ടിങ് ശൈലിയും ആ മീറ്ററും ഒക്കെ ഭയങ്കര സാധ്യതയുള്ളതെന്ന് ഇയാളുടെ ഒരു കാലിബർ നമുക്ക് ആ സമയത്ത് മനസ്സിലാകുന്നുണ്ട്. ഈ ആക്ടേഴ്സിൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് പതുക്കെ എനിക്കിങ്ങനെ കിട്ടി തുടങ്ങുന്നുണ്ട് ആഷിഖ് കപൂറിൻ്റെ അടുത്തുനിന്ന്. ഇപ്പോൾ ഈ 5 സുന്ദരികളൊക്കെ വരുമ്പം അങ്ങനെ ഒരു ഷൈജു ഖാലിദിൻ്റെ സേതുലക്ഷ്മിയൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പുതിയ കുട്ടി വരുമ്പം ഇടുക്കി ഗോൾഡ് സിനിമയിൽ കുറച്ച് 4-5 പുതിയ പിള്ളേർ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ പുതിയ കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ ഒന്ന് ഗ്രൂം ചെയ്യാനൊക്കെ അന്ന് എന്നെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഭയങ്കര അവസരമായിട്ട് മാറുകയും ഞാൻ അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയൊരു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യം സിനിമയിൽ ഇങ്ങനെ ആക്ടേഴ്സിനെ തീരെ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ കാലടി പോയി നാടകങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ. കാരണം നാടകത്തിൽ നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസം റിഹേഴ്സൽ തുടങ്ങി ഒരു 2-3 മാസത്തെ റിഹേഴ്സൽ അല്ലെങ്കിൽ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ ആക്ടേഴ്സ് ഇങ്ങനെ ആദ്യം പെർഫോം ചെയ്തൊരു സീനിൽ നിന്ന് എത്രമാത്രം മാറ്റമാണ് ആക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്തോറും അവരെ ഗ്രൂം ചെയ്യുന്തോറും റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ
പുള്ളി ചോദിച്ചു സിനിമയിൽ, പക്ഷേ എല്ലാ സിനിമയിലും അല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലോ ചുറ്റുമുള്ള കാലഘട്ടത്തിൽ എന്നെ നോക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുന്നത് തീരെ കുറവാണ്. ആക്ടേഴ്സ് സ്വയം വർക്ക് ചെയ്യുന്ന പോലെയാണ്, വളരെ ചെറിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ കുറച്ച് ആഴത്തിൽ ആക്ടേഴ്സിലൊരു വർക്ക് ചെയ്തൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ലാത്ത പോലെ എനിക്കും തോന്നി. ഇപ്പം നമ്മൾ ഒരു ക്യാമറ വെച്ചിട്ട് ലൈറ്റപ്പിന് വേണ്ടി ഒരുപാട് സമയമെടുക്കും, ആർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും, കോസ്റ്റ്യൂമിനും മേക്കപ്പിനും എല്ലാം സമയമെടുക്കും. എന്നിട്ട് ആക്ടേഴ്സ് ഇങ്ങനെ വരികയും റെഡി ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് 1 2 3 ടേക്കിനപ്പുറത്തേക്ക് പോകാറില്ല. അപ്പോൾ ആ 3 ടേക്കിൽ ആക്ടറുടെ ഒരു മികവിൽ അവർ തരുന്ന ഒരു പെർഫോമൻസിനെ നമ്മൾ എടുത്തിട്ട് പോരുന്നതല്ലാതെ അവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനോ വീണ്ടും ചിലത് ട്രൈ ചെയ്യാനോ ഒന്ന് ഇമ്പ്രവൈസ് ചെയ്ത് നോക്കാനോ ഒന്നുള്ളൊരു ശ്രമവും ഒരു സിനിമയുടെ എക്സിക്യൂഷൻ ലെവലിൽ തീരെ ഇല്ലായിരുന്നു. അപ്പം ഇതെന്താണ് ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്ന ഈ ഏരിയ ആരും വർക്ക് ചെയ്യാത്ത എന്താണെന്ന് എനിക്കൊരു ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് കഥാപാത്രം കാണുന്നത് സമീപിക്കുന്നത് ഒരു രീതിയിലായിരിക്കും, പക്ഷേ ആക്ടർ എന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സമീപനം മറ്റൊന്നായിരിക്കും. അപ്പോൾ അവരെ അത് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കൃത്യം ക്യാരക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവർക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല. എല്ലാവരുടെയും കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും അതിന് നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന അവരനുഭവിച്ചിട്ടുള്ള നമുക്ക് വേണ്ട സാധനം ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ വേറൊരു സാഹചര്യത്തിലായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ഒരു അച്ഛനുമായിട്ടുള്ളൊരു മൊമെൻറ്റ് ഷൂട്ട് ചെയ്യുമ്പം അച്ഛനുമായിട്ട് ആ നടന് പേഴ്സണലി അയാളുടെ അച്ഛനുമായിട്ടുള്ളൊരു റിലേഷൻ പോലെ ഇരിക്കും അയാൾ ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ അച്ഛൻ മരിച്ച് കിടക്കുമ്പം അയാൾ. പക്ഷെ നമുക്ക് വേണ്ടത് ചിലപ്പോൾ അയാളുടെ അമ്മ മരിച്ച് കിടക്കുമ്പോഴുള്ള ഇമോഷനായിരിക്കും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് അയാളെ ആ പോയിന്റിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കൂടുതൽ എളുപ്പം ആരെയാണ്, കുട്ടികളെയാണോ വലിയവരാണോ? ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെയാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രഷായിട്ടുള്ളവരെ നമുക്കൊരു ക്യാരക്ടറിന് വേണ്ടി മോൾഡ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു സീസൺഡ് ആക്ടറെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടറെ കൊണ്ടുവന്നിട്ട് നമ്മൾ അപ്പോൾ എന്ന് വെച്ചാൽ അയാളുടെ പല സാധ്യതകളും ഓഡിയൻസ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് അതിൽ നിന്നൊരു സാധനം പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് പുതിയൊരാളെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ 5 സുന്ദരികളെ പോലെ ഒരു കഥാപാത്രത്തെ നമ്മളായിട്ട് കൂടെ നിന്ന് ഗ്രൂം ചെയ്ത് വെള്ളിത്തിരയിൽ ഇത് വരുന്നു. അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഹോണ്ട് ചെയ്യാറുണ്ടോ അപ്പോൾ പിന്നീട് അങ്ങോട്ട്? ഉണ്ട്, എനിക്ക് കുറച്ച് ഹാങ് ഓവർ ഉണ്ടാവും. അതിങ്ങനെ ഭയങ്കര ദിവസങ്ങളിൽ നിന്നല്ല, ആ ദിവസങ്ങളിലൊക്കെയാണ്. ഞാനിത് കാണുമ്പോഴൊന്നുമല്ല, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന നമ്മൾ മാനസികമായിട്ട് ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് അത് കുറച്ച് സെൽഫ് ടോർച്ചറിങ് ആണത്. എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞാനിതിപ്പോൾ ഞാൻ പറയുന്നത് ചെറിയ നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പം പോലും ഞാൻ ആ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് മോശമാണ്. ആ പ്രോസസ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഇപ്പം നമ്മളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, രാത്രികളിലൊക്കെ നമ്മൾ സ്വപ്നം കാണും, ആ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നങ്ങളും അതൊക്കെ എനിക്കങ്ങനെ ഈ സ്വപ്നം കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പം രാത്രി മുഴുവൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത് ഡിസ്റ്റർബിങ് ആയിരിക്കും പലപ്പോഴും. സ്വപ്നങ്ങളുടെ ഒരു ജനറൽ പാറ്റേൺ എന്താണ് കാണാറ്? ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്. അത് നടക്കുന്നതല്ല എന്ന്, അല്ലെങ്കിൽ മാജിക്കലായിട്ടുള്ള വളരെ റെയർ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, മാജിക്കലായിട്ടുള്ള. അല്ലാത്തതൊക്കെ ഭയങ്കര അപ്പം നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ ഉണരുമ്പോൾ ഒരു സ്വപ്നത്തിൽ നിന്നാണ് പൊതുവെ ഉണരാറ്. ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല, ഞാൻ 1-2 ഈ നമ്മൾ ചില ഹോപ്പൊക്കെ പോയി ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വപ്നമൊക്കെ പറഞ്ഞ വലിയ കഥയായി പോകും. ഒരു സ്വപ്നം കണ്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. കടൽ തീരത്ത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു തിര വന്നടിച്ചിട്ട് ഞാൻ ഈ വെള്ളത്തിനകത്ത് പോയി. പക്ഷെ വെള്ളത്തിനകത്ത് പോയിട്ട് കടലിനടിയിൽ ഒരു പാറയ്ക്കകത്തൊരു ഹോളിൽ ഞാൻ സേഫായിട്ടിരിക്കുകയാണ്. പക്ഷേ കടലിൻ്റെ അടിയിലാണുള്ളത്. അതിലിങ്ങനെ നിന്ന് അത് ഞാൻ ആലോചിക്കുന്നു. കൂട്ടുകാരൊക്കെ അവിടെ ബീച്ചിലിരുന്നപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ഇറങ്ങി കാല് കളിക്കാൻ വേണ്ടി അങ്ങനെ അടിച്ചത്. അങ്ങനെ ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോകുന്നൊരു സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ എന്നിട്ട് അവസാനം ഒരു തിരയടിച്ചിട്ട് ഞാൻ ഈ പാറയെ ഞാനും കൂടിയിട്ട് മുകളിലെത്തും. ഈ സ്വപ്നത്തെയൊക്കെ ഞാൻ സ്വയം വ്യാഖ്യാനിച്ച് ആശ്വസിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഞാനിപ്പോൾ എവിടെയോ കരിയറിൽ അങ്ങനെ ഒന്ന് സക്സസ് ആവാതെയൊക്കെ നിൽക്കുന്ന സമയത്ത്, അങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത്, ഈ സ്വപ്നം പറയുന്നത് പതുക്കെ ഒരു ദിവസം ഞാൻ തിരയടിച്ച് ഈ പാറ ബീച്ചിലെത്തും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നിടത്തേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് ഉള്ളൊരു വ്യാഖ്യാനമൊക്കെ സ്വയം നമ്മളെ ഒന്ന് എന്താ പറയുക എനർജി സ്വയം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ദിലീഷ്, പടങ്ങൾ പലതും നമ്മൾ കാഴ്ചക്കാരെന്ന നിലയിൽ നോക്കുമ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം
നമുക്കിപ്പം സംവിധായകനാവാൻ തീരുമാനിച്ചതിന് ശേഷം അന്ന് കുറച്ച് അനുഭവം നമുക്ക് ലോഗ് ചെയ്ത് കളയാന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യകാലം തൊട്ട് തന്നെ ഇങ്ങനത്തെ അനുഭവങ്ങളെ കൃത്യമായിട്ട് ലോഗ് ചെയ്ത് പോകുന്ന ആളായിരുന്നു. ഞാനങ്ങനെ അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് കരുതുന്നത്. അതിങ്ങനെ പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്ത് വെക്കുകയോ ഓർത്തിരിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അതിനെ സൂക്ഷ്മതയോടുകൂടി എനിക്കൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അത് ശ്രദ്ധിക്കുക, അതിൻ്റെ ഭാഗമാകുക, ഫീൽ ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു ബേസിക് ഹാബിറ്റിൽ അതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ചിന്താഗതി എന്താണ്, എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിച്ചു എന്നൊക്കെയുള്ള അയാളുടെ മാനസിക ആലോചനകളിലേക്ക് പോകാനും ആ വ്യക്തിയെ ആ തരത്തിൽ മനസ്സിലാക്കാനൊരു അയാൾ പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അയാളെ മനസ്സിലാക്കാനും ഒക്കെയുള്ള കൗതുകം എനിക്കുണ്ടായിരുന്നു എല്ലാ കാലത്തും. അച്ഛൻ വലിയ ഒരു എന്താ പറയുക വ്യവച്ഛേദന ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തിനേയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചും വിമർശിച്ചും സിനിമകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ ഒരു ലീനിയേജനുമായിട്ടുള്ളൊരു കണക്ഷൻ എന്താണ്? എനിക്ക് സിനിമയോട് ഭയങ്കര ഞാനൊരു ഭ്രാന്ത് ഒരു കാലത്ത് കാണിച്ചു തുടങ്ങിയോടുകൂടി ഈ സിനിമ എന്ന് പറയുന്നത് നീ കാണുന്ന ലോകമല്ലെന്നും അതിൻ്റെ പുറകിൽ റിയാലിറ്റി വേറെയാണെന്നും ഒക്കെ എന്നെ ബോധ്യപ്പെടുത്താൻ അച്ഛൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പുള്ളി എന്താ പറയുക സിനിമകളെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നത്. സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിലെ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോജിക്കൽ ഇഷ്യൂസിനെയും ഒക്കെ ഭയങ്കര ശക്തമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അത് എന്നെ ബോധ്യപ്പെടുത്താനായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ അറ്റാക്കും ഇൻസൾട്ടുമായിട്ടാണ് ആ സമയത്ത് എനിക്കത് ഫീൽ ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഇപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ എൻ്റെ പടം എന്നല്ല, ഏതെങ്കിലും ഒരു പടം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിലൊരു മോശം വർക്ക് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇൻസൾട്ടഡ് ആവും സ്വയം. ഇത് ഞാനിപ്പം അപമാനിക്കപ്പെടുമെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. ആഷിഖ് കപൂർ സിനിമകളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്തിട്ടുള്ള അവസാനത്തെ സിനിമകളിലൊന്നും ഇടുക്കി ഗോൾഡാണ്. അതുമായിട്ടുള്ള അസോസിയേഷൻ എത്രമാത്രം ഉണ്ടായിരുന്നു? അതിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ ചില കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പം അവസാന നിമിഷം ചില മാറ്റങ്ങൾ വരും സ്ക്രിപ്റ്റിലും പരിപാടികളിലൊക്കെ ആയിട്ട്. തലേദിവസം രാത്രി ചിലപ്പോൾ ആഷിഖേട്ടനുമായിട്ട് ശ്യാം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തിന് ശേഷം ഏറ്റവും അവസാനം കിടക്കുന്നതിന് മുമ്പ് ശ്യാം എന്നെ വന്ന് സന്ദർശിക്കുന്നൊരു ശീലമുണ്ട്. ഞങ്ങളൊന്ന് കണ്ടിട്ടായിരിക്കും കിടക്കുക. കാരണം ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് വരെ ഒന്ന് അറിയാനാണ്. നാളെ രാവിലെ ചിലപ്പം ഒരു പൂച്ചട്ടി വേണം അല്ലെങ്കിൽ ഒരു ടോർച്ച് വേണം എന്നുള്ളൊരു സ്ക്രിപ്റ്റിലൊരു പോയിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രാവിലത്തേക്ക് സംഘടിപ്പിക്കണമെങ്കിൽ ഞാൻ ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ പുള്ളി ഇങ്ങനെ വന്ന് ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, പണ്ട് ഏറ്റവും തുടക്കകാലത്ത് ഞാൻ ടെലിസിനിമകളൊക്കെ ചെയ്തെങ്കിലും അതിനുശേഷം ഞാൻ സിനിമയ്ക്കൊന്ന് മനസ്സിലാക്കി ഞാനൊന്ന് കേപ്പബിളായി എന്ന് തോന്നിയതിന് ശേഷം ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഒരു സാധനം ഷൂട്ട് ചെയ്തത് എങ്ങനെ വരും, നമ്മൾ ഒരെണ്ണം കൺസീവ് ചെയ്ത് വരുമ്പോൾ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടെലിസിനിമ ഒന്ന് ട്രൈ ചെയ്യാം എന്നൊരു ആലോചന എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു ഐഡിയ, ഒരു ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഐഡിയ ഞാനിങ്ങനെ കേട്ടപ്പോൾ അതിലിങ്ങനെ ഒരു പ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളി ജയിക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാധനമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള അതിങ്ങനെ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ശ്യാമിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്യാമിനോട് ഈ കഥ പറഞ്ഞു. അപ്പം അന്നേരം ശ്യാം എന്നോട് തിരിച്ച് ഞങ്ങളിങ്ങനെ സ്ഥിരം ശ്യാമിൻ്റെ വീട്ടുകാരെയും വീടിന് ചുറ്റുമുള്ള ആൾക്കാരെയും കഥാപാത്രങ്ങളെയൊക്കെ എപ്പോഴും ശ്യാമിൻ്റെ കഥകളിൽ നിന്ന് എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഇത് നാളുകളായിട്ട് കേട്ടിട്ട് അറിയാം. അപ്പം അങ്ങനെ ഈ തമ്പാൻ പുരുഷൻ്റെ ഒരു കഥ എന്നോട് ഇങ്ങനെ പറയുന്നത്. തമ്പാൻ പുരുഷൻ എന്ന് പറയുന്ന പുള്ളിയുടെ അച്ഛൻ്റെ സുഹൃത്ത്. അപ്പം പുള്ളീനെ എനിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിയുടെ ക്യാരക്ടറൊക്കെ ഞാൻ നന്നായിട്ട് രസമുള്ള ക്യാരക്ടർ. അപ്പം പുള്ളിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വഴി വെച്ചിട്ടൊരു അടിയുണ്ടാകുന്നതും പുള്ളി ചെരുപ്പിടിയാലെന്ന് തീരുമാനിക്കുന്നതും പിന്നെ പുള്ളീനെ തിരിച്ചു തല്ലുന്നതൊക്കെ ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വർക്കായി. രണ്ട് ഫൈറ്റുണ്ട്. അപ്പോൾ അന്നിങ്ങനെ ടെലിസിനിമകളിലൊക്കെ ഫൈറ്റൊക്കെ തീരെ കുറവാണ്. അപ്പോൾ നമുക്കൊരു വൃത്തിക്കൊരു സാധനം ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട് അന്ന് ഞാൻ ഈ കഥ ഞാൻ പെട്ടെന്ന് ആ രാത്രി തന്നെ നമ്മൾ തീരുമാനിച്ചു ഈ കഥ മാറ്റിയിട്ട് ഇതൊരു ടെലിസിനിമയായിട്ട് ചെയ്യാം, ഇങ്ങനെ ഈ ഒരു റിവെഞ്ച് എന്നത്. അങ്ങനെയാണ് ശരിക്കും മഹേഷിൻ്റെ ആദ്യ ഐഡിയ ഷെയർ ചെയ്യപ്പെടുന്നത്. അന്ന് രാത്രി തന്നെ ഞങ്ങൾ കുറച്ച് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ കുറച്ച് വെളുപ്പിനെ വരാമെന്ന് ഇരുന്നു ഇതുമായിട്ട് സംസാരിച്ച്. എന്നിരിക്കണം അന്ന് വെളുപ്പിനേക്ക് ആയപ്പോഴത്തേക്കും ഇത് ടെലിസിനിമയല്ല ഒരു സിനിമയായിട്ട് തന്നെ ആലോചിക്കാനുള്ളൊരു പ്ലോട്ടിലേക്ക് നമ്മൾ ബാക്കി നമ്മുടെ ചില പേഴ്സണൽ അനുഭവങ്ങളും ചില കഥകളൊക്കെ ലൈഫിൽ നിന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെയൊക്കെ പ്ലേസ് ചെയ്യപ്പെട്ടാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊരു തോന്നൽ വരികയും അങ്ങനെ അതൊരു സിനിമയായിട്ട് സമീപിച്ച് നോക്കാമെന്നെങ്കിലും നമ്മളന്ന് രാത്രി തന്നെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മഹേഷിൻ്റെ ആദ്യത്തെ ഒരു ആലോചന വരുന്നത്.
ഒപ്പം എന്നാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ചായ പറയാം ചേട്ടാ, 2 ചായ. ഒരെണ്ണം കട്ടൻ എടുക്കാവോ? വിത്തൗട്ട് ഒന്ന് സാധാ. സാറിന് ചായ. മഹേഷിന്റെ പ്രതികാരത്തിനെ യുണീക്ക് ആക്കുന്ന സംഗതികളിലൊന്ന് അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സാണ്. അതൊരു പരസ്പരം വളരെ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു യൂണിവേഴ്സാണ്. അപ്പം മഹേഷും ബേബിച്ചാനായാലും ബേബിച്ചാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങേരെ പേര് ബേബിച്ചാന്നാണ്. ആണോ? വളരെ കോയിൻസിഡൻ്റൽ ആയിട്ടുള്ളൊരു ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സിമ്പിളായിട്ടുള്ള തീമിൽ ഒരു സിനിമ എടുക്കാൻ തോന്നുകയും പക്ഷേ അതേ സമയത്ത് അതിൽ വളരെയധികം ഡീറ്റെയിലിങ്ങോടെ ഒരു യൂണിവേഴ്സ് തന്നെ കെട്ടിപ്പടുക്കുകയും പിന്നീട് കാണുമ്പോൾ പല കണക്ഷൻസും ആൾക്കാർക്ക് വെളിപ്പെടുകയും ഇപ്പോൾ അവിടെ കണ്ട ആളാണല്ലോ ഇവിടെ കണ്ടത്, അല്ലെങ്കിൽ ആ കടയിലുണ്ടായിരുന്ന ആളാണല്ലോ കല്യാണത്തിന് അവിടെ ഉണ്ടായത്. ഈ ഒരു കണക്ഷൻ മനഃപൂർവ്വം ബിൽഡ് ചെയ്തതാണോ? എങ്ങനെയാണ്? അതെ, ഈ പ്ലോട്ട് ഭയങ്കര നേർത്തതായിരുന്നു. ഡ്രാമ ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ഇൻഡസ്ട്രിയിലെ ബാക്കി സിനിമകൾ, ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളെ അപേക്ഷിച്ച് ഡ്രാമ ഭയങ്കര കുറവാണ് എന്നൊരു തോന്നൽ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ നന്നായിട്ട് വേണമെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഈ പ്ലോട്ടിന് ഭയങ്കര ഇൻറ്റൻസിറ്റി വേണം. പിന്നെ ഇത് നമ്മുടെ അടുത്ത് നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള അങ്ങനത്തെ നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ലോകത്താണ് ഇത് നടക്കുന്നത് എന്നും കൂടെ പ്രസൻറ്റ് ചെയ്താലാണ് ഈ സാധനം വർക്കാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിന് അല്ലാത്ത തരത്തിലുള്ള സാധ്യതകളിലൊക്കെ ഉള്ള കുറവ്, ഡ്രാമയുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഏറ്റവും ബിലീവബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുക, നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു സൊസൈറ്റിക്കകത്ത് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടുള്ള നമുക്കറിയാവുന്ന കഥാപാത്രങ്ങളുമായിട്ട് അതിനെ അവതരിപ്പിക്കുക എന്നൊക്കെയുള്ള ശൈലിയാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചത്. അതാണ് അങ്ങനെ കൂടുതൽ അത് റിയലിസ്റ്റിക് ആക്കുക എന്നുള്ളൊരു സാധ്യതയിലേക്ക് നമ്മൾ ആലോചിക്കുന്നത്. അതിലല്ലേ ഞാനിങ്ങനെ മഹേഷിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് അതിന്. കാരണം എനിക്ക് ഈ മഹേഷ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടേഴ്സിനെയൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി അഡീഷണലായിട്ട് കുറച്ച് ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പ്രോസസ്സ് കൺവെൻഷനലായിട്ടുള്ള സിനിമയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളോട് പൊതുവെ യൂണിറ്റും ബാക്കി കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഇത് കുറച്ച് ഇയാളെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേയധികം സമയം എടുത്തിട്ട് ഇങ്ങനെ ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ റിഹേഴ്സൽ ചെയ്യുമ്പം പൊതുവേ എന്നാന്ന് വെച്ചാൽ സെറ്റിൽ എപ്പോഴും ഭയങ്കര ബഹളമായിരിക്കും. നമ്മൾ റിഹേഴ്സൽ നടത്തിക്കൊണ്ട് ആക്ടേഴ്സിൻ്റെ പൊസിഷനൊക്കെ നോക്കി റിഹേഴ്സൽ നടത്തിക്കൊണ്ട് എടുക്കുന്നതിനിടയ്ക്ക് ലൈറ്റപ്പ് ചെയ്യുന്നു, ആർട്ട് സെറ്റിങ് എല്ലാം ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ള ബഹളങ്ങൾ വെച്ച് അതിടറ അങ്ങനെ ഇതാണ്. അപ്പം ഈ റിഹേഴ്സൽ എന്ന് പറയുന്ന പ്രോസസ്സിനൊന്നും തീരെ അറ്റൻഷൻ ഇല്ലാത്തൊരു കാലഘട്ടം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ. അപ്പം അതിനൊക്കെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായി തുടങ്ങി. ഞാൻ പറയും നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം തരാം, എല്ലാത്തിനും സമയം തരാം. നമ്മളിപ്പം റിഹേഴ്സൽ ചെയ്യുന്നതിനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇവൻ്റാക്കി കൊണ്ടുവരികയും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ ട്രൈ ചെയ്യും. അങ്ങനെ ചെയ്യുന്നൊരു പരിപാടി ആണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് സെറ്റിൽ സൈലൻസ് ഒക്കെ വിളിച്ച് അങ്ങനെ ഒരു അറ്റൻഷൻ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങനെ സൂക്ഷ്മമായിട്ട് ആക്ടിങ്ങിനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് റിയലിസ്റ്റിക് ആകാൻ വേണ്ടി അവിടുത്തെ ആ ഒരു സംവിധാനങ്ങളും ആർട്ടും കാസ്റ്റിങ്ങിലും ഒക്കെ ഒരു ഫിനിഷിങ് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത് അന്ന് എൻ്റെ കൂടെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് കട്ടക്ക് നിന്ന ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മഹേഷ് ഇപ്പം 10 വർഷം ആവുന്നു ചെയ്തിട്ട് അല്ലേ, അത് ഇങ്ങനൊരു കൾട്ട് പോലെയൊക്കെ ഡെവലപ്പായി വരുന്നു അന്ന് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനതിങ്ങനെ ഒരു ഭയങ്കര കാലഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് മാറുമെന്ന് ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സിനിമയാണോന്നോ അങ്ങനെയൊന്നും ഞാൻ അനലൈസ് ചെയ്തിരുന്നില്ല. ശരിക്കും അത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു ചോദിച്ചാൽ, അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യണം, അതിനുള്ള ഒരു വിജയം, ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയം ഈ സിനിമ ഉണ്ടാക്കണം. അപ്പോൾ ഈ സിനിമ അന്നത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ 25 ദിവസമൊക്കെ തിയേറ്ററിൽ ഓടുന്ന ഒരു സിനിമ അച്ചീവ് ചെയ്യുക മിനിമം, അതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. പക്ഷേ പടത്തിൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പടം ഓടാൻ സാധ്യതയുണ്ടെന്നും ഒരു 50 ദിവസമുള്ള ഒരു പടമായിട്ട് മാറുമെന്ന് കരുതിയിരുന്നു.
പക്ഷെ അത് ഇത്രയധികം ചർച്ച ചെയ്യുന്ന, ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആൾക്കാർ ഓർത്തിരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾട്ട് ഫോമിലേക്ക് അത് മാറും എന്നുള്ളത് ഞാൻ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങോട്ട് പോയല്ലേ ചേട്ടാ പൈസ തരാവേ. മഹേഷ് നമ്മൾ അടുത്ത സിനിമയിലോട്ട് പോകുമ്പോൾ അത് ഒരർത്ഥത്തിലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. അതെല്ലാം ഒരു സ്ഥലത്തായിരുന്നുവെങ്കിൽ ഇത് ഒരു സ്ഥലം, പിന്നീട് ഒരു ബന്ധമില്ലാത്ത വേറെ സ്ഥലം എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു പുതിയ കഥ എങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത്? അവിടെ ചെന്നിട്ട് പറയണോ? പറയാം, കുഴപ്പമില്ല. ഇപ്പോൾ മഹേഷ് കഴിഞ്ഞൊരു സമയം തൊട്ട് ഞാനും റോയി റെഗുലറായിട്ട് ഇങ്ങനെ കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സന്ദീപ് സേനൻ എന്നോട് സജീവിൻ്റെ ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ അതിങ്ങനെ സജീവ് ഡയറക്റ്റ് ചെയ്യാൻ ഉള്ളൊരു പ്ലാനിലിരിക്കുന്ന കഥയാണ്, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഈ കഥ സജീവ് എന്ന് പറയുന്നു. അപ്പം സജീവിന് ഇത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഥ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കഥ വർക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഐഡിയ നമുക്ക് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സജീവിനത് സന്തോഷമായിരുന്നു. സജീവിന് മഹേഷൊക്കെ ഭയങ്കര വർക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ സജീവ് അതങ്ങനെ ചെയ്യാമെന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അതിൻ്റെ ഒരു ഇനീഷ്യൽ ഘട്ടത്തിലേക്ക് ഞാൻ റോയി ആയിട്ട് ഇരിക്കുകയും ഷാവു അങ്ങനെ ഒരു ക്രിയേറ്റീവ് ടീമിലേക്ക് ഇന്നാവുന്നു. പിന്നെ നമ്മളങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളിത് ബേസിക്കായിട്ട് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങുമ്പം ഇപ്പം സുരാജ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിലേക്ക് ഫഹദിനെയും ഇപ്പം ഫഹദ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിലേക്ക് സൗബിനെയായിട്ടുള്ള ഒരു ആലോചനയിലാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത്. പക്ഷേ അതിനെ കാസ്റ്റ് ചെയ്യാന്നൊക്കെയുള്ള ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കുമൊക്കെ സൗബി തിരക്കായി പോയിരുന്നു. കള്ളന് വേണ്ടി വേറെ പല കാസ്റ്റ് ആലോചിച്ചിട്ടും ഈ പ്രസാദിനൊരു പ്രോപ്പർ കാസ്റ്റ് കിട്ടിയില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ ഈ ഫഹദിനെ ആ കാസ്റ്റിലേക്ക് കൊണ്ടുവരാം എന്നൊരാലോചന എടുത്തു. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളവിടെ വിനായകനെ ആലോചിച്ചു. വിനായകനൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ സുരാജിലേക്ക് എത്തുമായിരുന്നു കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ. നിമിഷം വരുമ്പോൾ നമ്മൾ നേരിട്ടിരുന്നൊരു പടം സിംഗ് സൗണ്ടാണ്. അപ്പോൾ നിമിഷം അങ്ങനെ ബോംബെയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം നിമിഷ വന്നപ്പോൾ നമ്മൾ ഒന്ന് കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ നിമിഷയുടെ ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. നിമിഷ ഒഴിച്ച് ബാക്കി എല്ലാം സിംഗ് സൗണ്ടാണ്. നിമിഷയുടെ ക്യാരക്ടർ മാത്രം സൃന്ദയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. സൃന്ദയെന്ന് ഡബ് ചെയ്ത് വരുന്നത്. സുരാജിനെ പോലെ വേറൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പം ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? സുരാജിനോട് ഈ കഥ നറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സുരാജ് കുറച്ചും കൂടെ ഒരു ഹീറോയ്ക്കായിട്ടാണ് അതിനെ കാണുന്നത്. ഒരു സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു തോന്നൽ സുരാജിൻ്റെ പ്രോസസ്സിലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. എനിക്കറിയില്ല കൃത്യമായിട്ട്, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നാലും സുരാജ് ആ ക്യാരക്ടർ ആദ്യ ദിവസങ്ങളിൽ അഭിനയിച്ച് തുടങ്ങുമ്പോഴും അതിനെ സമീപിച്ച് തുടങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഒരു കൺവെൻഷണൽ ഹീറോയുടെ ഒരു സാധ്യതയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു സുരാജിനെ സമീപിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പതുക്കെ സുരാജിനെ അതിൽ നിന്ന് ഈ പ്രസാദ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിലേക്ക് പതുക്കെ പക്ഷേ സുരാജിന് അത് പതുക്കെ മനസ്സിലായിരുന്നു. എനിക്ക് തോന്നുന്നു ചേർത്തല ഒരു 10 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാസർഗോഡേക്ക് എത്തിയപ്പോഴത്തേക്കും സുരാജ് ക്യാരക്ടറിൽ ഇന്നായിരുന്നു. മഹേഷിൻ്റെ പരിഹാരത്തിൽ വന്നത് ഷൈജു ഖാലിദാണ്. പിന്നീട് ജോജിയിലും അദ്ദേഹം തന്നെ വരേണ്ടായി. പക്ഷേ ഈ സിനിമയിലോട്ട് വന്നപ്പോഴേക്കും എന്തുകൊണ്ടാണ് സിനിമോട്ടോഗ്രാഫർ മാറി രാജീവ് രവിയായി വരുന്നത്? എക്സിക്യൂഷൻ വൈസ് ഇവർ രണ്ടുപേരുടെയും സ്റ്റൈലുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും? വ്യത്യാസമുണ്ട്, സാരമായ വ്യത്യാസങ്ങളുണ്ട്. രാജീവേട്ടൻ ഒരു സിനിമോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ ചിലപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് പോലെ ആണ് പുള്ളിയുടെ. ഭയങ്കര ക്യാൻഡിഡാണ് വർക്ക്, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു വിഷം തരാനൊക്കെ എല്ലാ തരത്തിലും 2 തരത്തിലാണ് അവർ രണ്ടുപേരുടെയും വർക്ക്. രണ്ടും ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഷൈജുവിൻ്റെയും ഭയങ്കര ഡീറ്റെയിലും ഭയങ്കര അതിന് വേണ്ടിയിട്ടുള്ള ആലോചനയിലും ഒക്കെയാണ്. പിന്നെ ഷൈജു ആയാലും രാജീവേട്ടനായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പ്രധാന ഒരു ഗുണം, അവരൊരു സിനിമോട്ടോഗ്രാഫറിനപ്പുറത്തേക്ക് ഒരു ഫിലിം മേക്കറുടെ ഒപ്പം നിൽക്കുന്നവരാണ്. ഈ തൊണ്ടി മുതലിനകത്തെ ഇൻ്റർവെൽ ഷോട്ടുണ്ട്. ഈ മാല അയാളുടെ എക്സ്റേ തെളിഞ്ഞതിന് ശേഷം പുള്ളി ഇങ്ങനെ ചിരിക്കുന്നൊരു ഷോട്ടുണ്ട്. പുള്ളിയോട് മാല കണ്ടോന്ന് ചോദിക്കുന്നത് പുള്ളി ഇങ്ങനെ കുറ്റം സമ്മതിച്ച പോലത്തെ ഒരു ചിരിച്ചിരിക്കുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ഇത് 5-8 ടേക്ക് എടുത്തിരുന്നു. ഇതൊരു ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന 3-4 ഒരു ടേക്കാണ്. അതിന് നല്ല രസമുള്ളൊരു റിയാക്ഷനാണ് വന്നത്. പക്ഷേ ഷോട്ട് ഫോക്കസ് ഔട്ടാണ്, ഫോക്കസ് പ്രോപ്പറായിരുന്നില്ല. വീണ്ടും നമ്മൾ റീടേക്ക് ചെയ്തു. പിന്നെ ഫോക്കസ് ഉള്ള ഇത് കിട്ടി. പക്ഷെ നമ്മൾ എഡിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഈ ഫോക്കസ് ഔട്ടായിട്ടുള്ള ഷോട്ടാണ് കുറച്ച് നല്ല ഷോട്ടായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ കണ്ണൊക്കെ ഉണ്ടല്ലോ, കണ്ണൊക്കെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ആശയക്കുഴപ്പത്തിലായി. പക്ഷേ ഞാൻ രാജീവേട്ടനോട് ചോദിച്ചു, രാജീവേട്ടൻ നമുക്ക് അതങ്ങ് വെച്ചാലോ ഒരു ഫോക്കസ് ഇട്ട്. അപ്പം പുള്ളിക്ക് അതിനകത്തൊന്നും ഒരു പ്രശ്നമുള്ള ആളല്ല പുള്ളി. അത് പിന്നെന്താണ്, അത് നല്ലതാണെങ്കിൽ അത് വെക്കുക, അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ ഈ ആദ്യത്തെ സിനിമയിൽ നായകനായത് ഫഹദാണ്. ഫഹദ് ഒരു നായക പരിവേഷത്തിലാണ് ആദ്യ സിനിമയിൽ വന്നത്. അങ്ങനെ ഒരാളെ പിടിച്ച് വില്ലനാക്കുകയും
പക്ഷേ വില്ലെന്ന് വെച്ചാൽ ഇതിലൊരു ആൻറ്റോണിസ്റ്റ് റോളിൽ തന്നെയാണല്ലോ. പക്ഷേ കഥ തീരുമ്പോഴേക്കും നമുക്ക് ആ പറഞ്ഞ കഥാപാത്രത്തോടൊരു അഫിനിറ്റി തോന്നുകയും ചെയ്യുന്ന രീതിയിൽ അവസാനിക്കുന്നുണ്ട് ആ സംഗതി. അത് ഫഹദ് എന്ന താരമായതുകൊണ്ടാണോ, ഇനി വേറെ ആൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അയാൾക്കും ഇത് കിട്ടുമായിരുന്നോ? കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെപ്പോഴും ക്യാരക്ടേഴ്സിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. നമുക്കൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ക്യാരക്ടറിൽ ഒരു ആക്ടറെ കണ്ട് അയാളെ കൊണ്ടത് അഭിനയിപ്പിച്ച് അയാളത് പെർഫോം ചെയ്ത് നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആ ക്യാരക്ടർ അങ്ങനെ കയറി കാണും. പിന്നെ അത് വേറൊരാൾ ചെയ്യുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പോൾ ചെയ്തിരിക്കുന്നവരല്ലാതെ വേറെ എത്ര വലിയ ആക്ടറാണെന്ന് പറഞ്ഞാലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും അതിന് ചേരാത്ത പോലെ നമുക്ക് തോന്നും. കാരണം അയാളായി മാറി ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലും എല്ലാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ആളെ വെച്ചാലോചിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നണത് അത് പിന്നെ ഫഹദിനും അങ്ങനത്തെ കോൺഷ്യസ് ഉള്ള ഒരാളല്ല. എൻ്റെ സ്റ്റാർഡമോ അല്ലെങ്കിൽ എൻ്റെ ഇമേജോ അതിനെക്കുറിച്ചൊന്നും പുള്ളി അത്ര വറീഡല്ല. ഒരു ആക്ടർ എന്ന നിലയിൽ എല്ലാ വെല്ലുവിളിയും അങ്ങനെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോട് ഈ മഹേഷ് കഴിഞ്ഞ സമയത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്തോ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ എന്തോ പുള്ളിക്ക് എൻ്റെ വർക്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ആക്ടറെ വർക്ക് ചെയ്ത പ്രോസസ്സിലൊക്കെ ഫഹദ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എന്നോട് പുള്ളി മഹേഷ് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് എന്ത് വേഷമായാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, അതിപ്പം സ്ത്രീ വേഷമാണെങ്കിലും ഞാൻ ചെയ്യുമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പുള്ളീനെ സമീപിക്കുന്നത്. പോകാം അങ്ങോട്ട്, അത് ഇറങ്ങിയിട്ട് സംസാരിച്ചോടാം. നല്ല 2016, 17 പിന്നെ പിന്നീട് ഒരു സിനിമ വരാൻ ഒരുപാട് ഒരു വർഷം എടുക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 18 എത്തുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ബാംഗ്ലൂർ ബാക്ക്ഗ്രൗണ്ടാണ്. ഈ 18 എത്തുമ്പോഴേക്കും പിന്നീടൊരു സിനിമ എടുക്കാൻ ഒരുപാട് സമയം എടുത്തെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മലയാള സിനിമയിൽ തന്നെ അത്യാവശ്യം ഒരു എന്താ പറയുക, ഞങ്ങളൊക്കെ അത്ഭുതം എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള സിനിമയാണ് കുമ്പളങ്ങി വർക്കായി വന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ സമയത്താണ് നമ്മൾ ഈ വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന് പറയുന്ന പ്രൊഫഷണൽ, അതുപോലെ ഫാദർ ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ കൊടുത്തില്ല. അപ്പോൾ എന്താണ് ഈ വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ്? ആഷിഖേട്ടൻ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ ആഷിഖേട്ടൻ അത് പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. മഹേഷും തുണ്ടിമൂലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പലരും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന സിനിമകളോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെയോ അല്ലെങ്കിൽ നമ്മുടെ ശരികളെയോ വിശ്വസിക്കുന്ന കുറച്ച് ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം ആഷിഖ് ഏട്ടനൊക്കെ ചെയ്തതുപോലെ മധു ഒരു പടം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ കുമ്പളങ്ങി നൈറ്റ്സ് നല്ല സിനിമയാണെന്നുള്ള നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളും നോക്കിയത്. അപ്പം മധുവിനതൊരു സപ്പോർട്ടാവുക എന്നുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ശ്യാമിൻ്റെയോ കയ്യിൽ അങ്ങനെ ഒരു സിനിമ പിടിക്കാനുള്ള പൈസയൊന്നുമില്ല. ഈ 2 സിനിമ സംവിധാനം ചെയ്തപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് കടങ്ങളൊക്കെ ഒന്ന് വീട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ളൂ. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രൊജക്റ്റിൽ കൂടെ വിശ്വസിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് സുഹൃത്തുക്കളും അങ്ങനെയുള്ളവരൊക്കെ തയ്യാറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു സാധ്യത പരിശോധിക്കാമെന്ന് വെക്കുകയും ഞാൻ ശ്യാമോട് ഒരു വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കുന്നു. എന്നിട്ട് അതിൽ ഈ കുമ്പളങ്ങി നൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ അങ്ങനെ 1-2 സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്ന സമയത്താണ് ഫഹദ് പറയുന്നത്, ഫഹദ് ഞാനത് ഇൻവെസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഫഹദ് പ്രധാനമായിട്ടും വരുന്നു. അങ്ങനെയാണ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സും വർക്കിംഗ് ക്ലാസ് ഹീറോയും കൂടെ ചേർന്നിട്ടാണ് ഈ കുമ്പളങ്ങി നൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു OTT കച്ചവടമൊന്നും അന്നില്ല. പക്ഷേ എന്നാൽ ഇതൊരു സാധ്യതയുള്ള റൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അന്ന് ഞങ്ങൾ ഇതിൻ്റെ മ്യൂസിക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നു. അപ്പം നമ്മൾ ഇതിനൊക്കെ ആയിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഭാവന സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ പാട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്നൊരു തോന്നൽ ഞങ്ങളുണ്ടാവുകയും അങ്ങനെയാണ് നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം ഈ 2 പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ളത് വിട്ടിട്ട് ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് നമ്മൾ വരികയും. വേറെ എന്തൊക്കെ ഇതിലാണ് ഈ ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് നിൽക്കുന്നത്? ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം ഞങ്ങളൊരു ഭാവന മാത്രമല്ല, അതിൽ ഗിരീഷ് ഷേഡിയുണ്ട്, രമേഷ് CP ഒക്കെ ഇൻവോൾവ് ആയിട്ട് ഞങ്ങൾ 5-8 പേര് കൂടിയിട്ട് ആണെങ്കിൽ ഇപ്പം കളർ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു DI സ്റ്റുഡിയോ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ബെനിഫിറ്റുള്ള ഭയങ്കര ബിസിനസ് ആണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും അത് ഇൻഡസ്ട്രിക്ക് ഗുണമാണ്, നമുക്കും ഗുണമാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കളർ പ്ലാനറ്റ് അങ്ങനെ നല്ലൊരു എന്നാ പറയുക ഒരു പ്രിവ്യൂ തിയേറ്ററുണ്ട് കളർ പ്ലാനറ്റിന്. മേജർ വർക്കുകളൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള എല്ലാ ടെക്നിക്കൽ അഡ്വാൻസ്ഡ് സംവിധാനങ്ങളോടും കൂടി ഒരു സംവിധാനം നല്ല ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി കൊച്ചിയിലുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ സക്സസ് ആയിട്ട് നിലനിൽക്കുമ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കടമയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ VFX എഗ്വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു VFX കമ്പനി ഉണ്ട്. അതിലും കിരൺ ദാസും തൗഫീഖും ഒക്കെ
പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. 2018-19 അടുപ്പിച്ചാണ് കോവിഡ് പോലെ ഒരു വലിയൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ബ്ലീക്കായിട്ടുള്ളൊരു ഭാവിയാണ് മുന്നിലുള്ളത്. അപ്പോൾ അതൊരു എങ്ങനെയാണ് കോവിഡ് എന്ന് പറഞ്ഞൊരു സംഗതി ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് എങ്ങനെ ബാധിച്ചത്? പ്രൊഫഷണലി അത് എങ്ങനെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ സമയത്ത് ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ജിബൂട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ആഫ്രിക്കയിൽ പെട്ടുപോയിരുന്നു. അപ്പം അവിടുന്ന് ഒരു 10-100 ദിവസം അവിടെ കുടുങ്ങിക്കിടന്നതിന് ശേഷമാണ് തിരിച്ച് നാട്ടിലെത്തുന്നത്. നാട്ടിലങ്ങനെ ഒരു ക്വാറൻറ്റൈനൊക്കെ 28 ദിവസം വീണ്ടും വന്നിരുന്നതിന് ശേഷം ഞാൻ വരുമ്പം അപ്പോഴത്തേക്കൊരു 2-3 മാസമായിട്ട് എല്ലാവരും ഇങ്ങനെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിട്ട് ഇങ്ങനെ കുടുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അന്നേരം വെറുതെ ശ്യാമിനോട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു പടം ചെയ്താലോ, എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാം എന്നാലോചിക്കുന്നു. അപ്പോൾ മുമ്പുണ്ടായിട്ടുള്ള എല്ലാ സിനിമകളും എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പല കഥകൾ പറയും, പലരുടെ കഥകൾ കേൾക്കും, ആലോചനകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് എൻ്റെ മുമ്പുള്ള സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ബോധപൂർവ്വം ഒരു തീരുമാനം എടുത്തു, നമുക്കെന്നാൽ ഈ സാഹചര്യത്തിന് പറ്റിയൊരു സിനിമ അങ്ങ് ഉണ്ടാക്കാം, ചെയ്യാം എന്നുള്ളൊരു ആലോചന വരും. ലൊക്കേഷൻസ് അധികമാകാൻ പാടില്ല, അപ്പോൾ ലിമിറ്റഡ് ലൊക്കേഷൻസിൽ പറയുന്നൊരു കഥയായിരിക്കണം എന്നുള്ളൊരു. അപ്പോഴാണോ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്, ഒരു നാടകം ഏതെങ്കിലും എടുത്തിട്ട് വർക്ക് ചെയ്ത് നോക്കിയാലോ. നാടകം കുറഞ്ഞ രംഗങ്ങളിലായിരിക്കും പൊതുവെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഏതാനും ഒരു പ്ലേസിനകത്ത് അത് നിൽക്കും എന്നുള്ള ഇങ്ങനെ പറയും. അങ്ങനെ കാലടിയിലൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള നാടകങ്ങളെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ഞാൻ ശ്യാമും കൂടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ മാക്ബത്തിൻ്റെ കാര്യം ഇങ്ങനെ ശ്യാമുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ മാക്ബത്ത് പഠിക്കുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ അപ്പോൾ മാക്ബത്തിൻ്റെ ബേസിക് പ്ലോട്ട് എടുത്തപ്പോൾ അത് ഇന്നത്തെ ഒരു കേരളത്തിൻ്റെ സൊസൈറ്റിയിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു കഥയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു മാക്ബത്തിനെ ആലോചിക്കുക, മാക്ബത്തിൻ്റെ ഒരു പ്ലോട്ടിനെ ഇങ്ങോട്ട് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നാണ് അത് തോന്നിയൊരു കോൺഫിഡൻസിലാണ് പിന്നെ ജോജി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത്. മാസ്ക് എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ചില ഇമോഷൻസ് ഹൈഡ് ചെയ്യാനൊക്കെ ഇതൊക്കെ മനഃപൂർവ്വം പ്ലാൻ ചെയ്തൊക്കെ. പിന്നെ തീർച്ചയായിട്ടും അത് പടത്തിലെ ഏറ്റവും പ്രധാന പോയിന്റുകളായിട്ട് തന്നെ നമ്മൾ അച്ചീവ് ചെയ്തെടുത്ത, അല്ലെങ്കിൽ ഇപ്പം മാക്ബത്തിലെ ചില പോയിന്റുകളെ റീപ്ലേസ് ചെയ്തതിൽ പെട്ട പോയിന്റ് തന്നെയാണത് മാസ്ക് എടുത്ത് വെച്ചിട്ട് വരാൻ പറയുന്ന സീൻ. ജോജിയുടെ സംഗീതം അതുപോലെ മറ്റു സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുള്ള ഒരു സംഗീതം, ഓപ്പറാറ്റിക് ആയിട്ടുള്ളൊരു റെഫറൻസുകൾ, ബൾഗേറിയൻ അങ്ങനത്തെ സ്വാധീനങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്തതാണ്? തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു മ്യൂസിക് പാറ്റേൺ പിടിക്കാമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നാടകീയമാണ്, അപ്പം കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള മ്യൂസിക്. ഇപ്പം നമ്മൾ റെഫറൻസ് പറഞ്ഞാൽ ഈ പഴയ നാടകങ്ങളുടെയൊക്കെ, ഷേക്സ്പിയർ നാടകങ്ങളുടെയൊക്കെ കർട്ടൻ റേസിനൊരു മ്യൂസിക് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെയുള്ള വെസ്റ്റേൺ പാറ്റേണുകളൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് ജസ്നുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മഹേഷും തൊണ്ടിമുതലും ചെയ്യുന്ന സമയത്ത് ജസ്നാണ് വിജയേൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ജസ്ന എന്നാണ്. അപ്പോൾ ആ കാലം മുതലുള്ള സൗഹൃദമുണ്ട്. അപ്പം ജസ്നുമായിട്ട് നമ്മൾ നേരത്തെ അങ്ങനെ സംസാരിക്കുകയും ജസ്റ്റിന് അങ്ങനെ ഒരു ഇത് ചെയ്യും. അപ്പം ജസ്റ്റിനും അതൊരു ഐഡൻറ്റിഫൈഡ് വർക്കായിട്ട് മാറണം എന്ന് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളും അതിന് ഇപ്പം അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ജസ്റ്റിനോടൊന്ന് പറഞ്ഞു, നീ പാട്ടുകളൊന്നുമില്ല, പക്ഷേ മ്യൂസിക്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ വേണ്ട, മ്യൂസിക് പ്രൊഡക്ഷൻ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ, അതിനുവേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അത് ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ജസ്റ്റിനോട് ഞാൻ പറഞ്ഞു, പ്രൊഡക്ഷൻ കോസ്റ്റ് ലിമിറ്റ് ചെയ്യാൻ നോക്കണ്ട, നമുക്കതൊരു ക്വാളിറ്റി ഉള്ളൊരു മ്യൂസിക് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ധൈര്യത്തിലും കൂടെയാണ് അങ്ങനെ മൂവ് ചെയ്തതും അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുക. അപ്പോൾ അത് പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകൾ വരണം, അങ്ങനെയുള്ള ആലോചനകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ജസ്റ്റിന് അതിനുവേണ്ടി ഭയങ്കര വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് വന്ന 2 പ്രൊഡക്ഷനുകൾ ഒന്നുകിൽ ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അക്ലൈം ഭാഗത്ത് ചെറുതായിട്ടൊരു അത്രയ്ക്ക് അങ്ങോട്ട് വിജയിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പിന്നീട് ചെയ്ത ചില സിനിമകളിൽ, പ്രൊഡക്ഷൻ ചെയ്ത ചില സിനിമകളിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കയറിപ്പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു സക്സസ് അച്ചീവ് ചെയ്യാതിരുന്നിട്ടുണ്ട്. ക്രിട്ടിക്കലി അത്ര അഭിപ്രായം കിട്ടാവുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ സിനിമയും നമ്മൾ ഓരോന്നായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒരു ബേസിക് ക്വാളിറ്റിയുള്ള വർക്കുകളായിട്ടാണ് ഭാവന സ്റ്റുഡിയോസിൻ്റെ എല്ലാ സിനിമകളും വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്. ആ ക്വാളിറ്റി ഉറപ്പ് വരുത്താനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്. ബാക്കിയുള്ളത് സിനിമയുടേതായ ഒരു മാജിക്കാണ്. ആ മാജിക്ക് ചിലപ്പോൾ എല്ലാ സമയത്തും സംഭവിച്ചു കൊള്ളണം എന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ഒരു സംഘത്തിലൊരാൾ എന്നുള്ള നിലയ്ക്കുള്ളൊരു കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പം ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ സാധ്യത തുറന്നു കിട്ടുന്നതൊരു അവസാനത്തെ കുറച്ച് വർഷങ്ങളിലാണ്.
അപ്പം ഇങ്ങനൊരു കഴിവ് വളരെ കമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റബിൾ ആയിട്ട് ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുന്ന എപ്പോഴാണ്? അത് എനിക്ക് ഈ പറഞ്ഞ പോലെ 2019 ശേഷമാണ് ഞാൻ കുറച്ച് കാലം ഒരു ആക്ടർ എന്ന നിലയിൽ ഈ ഇൻഡസ്ട്രി നിലനിൽക്കും എന്നൊക്കെ തോന്നുന്ന വർക്കുകളൊക്കെ കിട്ടുന്നത് 2019 ആ കോവിഡിന് ആ സമയത്തോടു കൂടിയാണ്. അപ്പോൾ അതുവരെ ഞാനതിനെ ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. അപ്പം എന്നെ വിളിക്കുന്ന വേഷങ്ങളിൽ എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ പോയി ചെയ്യുന്നു, പോരുന്നു എന്നുള്ള നിലയ്ക്കും ഒരു വരുമാന മാർഗം എന്ന നിലയിലുമൊക്കെയാണ് ഞാൻ അതിനെ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നത്. പിന്നീട് ഇപ്പം നമുക്ക് നല്ല കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നല്ല കുഴപ്പമില്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടുകയും ആ ക്യാരക്ടേഴ്സൊക്കെ പെർഫോം ചെയ്യുമ്പോൾ അതിന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് മോശമാണ് ഇതിനോട് ചെയ്യുന്നത്, ഞാൻ കുറച്ചും കൂടെ ആത്മാർത്ഥത ഇതിനോട് കാണിക്കുകയും കുറച്ചും കൂടെ പണി ഈ മേഖലയിൽ എടുക്കുകയും എഫേർട്ട് എടുക്കുകയും ചെയ്യണമെന്ന് എനിക്കൊരു ഘട്ടത്തിൽ തോന്നുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ സെലക്റ്റീവായിട്ടും ഇപ്പം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുമായിട്ടാണ് അതിനെ കാണുന്നത്. ഈ അഭിനയം മെച്ചപ്പെടുത്താൻ എടുക്കുന്ന അധ്വാനം എന്താണ്? അത് ആ ക്യാരക്ടറിനെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ അതിൽ അങ്ങനെ ഭയങ്കര എഫേർട്ടൊന്നും എടുക്കാറില്ല. ഈ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിനെ ഏറ്റവും അവർ മനസ്സിലാക്കിയതിനടുത്തേക്ക് ആ ക്യാരക്ടറെ ആഴത്തിൽ മനസ്സിലാക്കുക, അതുമായിട്ടുള്ള എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഓർക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ അതിലേക്ക് കൊണ്ടുവരാനോ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തത്. ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ? അപ്പോൾ അല്ല, ഇപ്പം ഞാനിപ്പോൾ റോന്ത് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ റൈഫിൾ ക്ലബ്ബ് ചെയ്യുമ്പോഴും ബേബി ചെയ്യുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ലൈഫിലെ ചിലപ്പോൾ കൃത്യമായിട്ട് ഒരാളെന്ന് ഞാൻ പറയുന്നില്ല, 1-2 റെഫറൻസുകൾ എടുത്തിട്ട് തന്നെയാണ് ഞാനതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ അയാൾ എന്ത് ചിന്തിക്കുന്നത് ഓരോ സീനിലും, അയാൾ പെർഫോം ചെയ്യുന്ന ഡയലോഗുകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്, അയാൾ ഈ സീന് മുമ്പ് എന്തായിരുന്നു ആലോചിച്ചിരുന്നത്, ഇനി എന്തായിരിക്കും അയാൾക്ക് അങ്ങനെയുള്ള എല്ലാ തരത്തിലും ആ ക്യാരക്ടറിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കറിയാവുന്ന പോലീസുകാരൊന്നുമല്ല, പക്ഷേ അല്ലാത്ത ചില വ്യക്തികളെ ഞാനിങ്ങനെ ഒരു റെഫറൻസിന് എടുത്തിട്ടുണ്ട്. 1-2 പേരുണ്ടാവും ഞാനിങ്ങനെ അങ്ങനെ കൃത്യം ഒരാളെ പോലെ തന്നെ അങ്ങനെ. അപ്പോൾ അവരുടെ ബിഹേവിയേഴ്സോ ബോഡി ലാംഗ്വേജോ ഒന്നും എടുക്കാനില്ല, പക്ഷേ ഏകദേശം ഇയാളുടെ സ്വഭാവമുള്ള ചില ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ചില ആളുകൾ, അവരുടെ ചില ഫീച്ചേഴ്സ്, അതിനെയൊക്കെ റീകോൾ ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രേക്ഷകർ എന്നല്ല, ആക്ച്വലി ഇന്ത്യൻ സിനിമാ സമൂഹം എന്ന് തന്നെ പറയാം, ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആദ്യത്തെ 2 പടങ്ങൾ അല്ലെങ്കിൽ 3 പടങ്ങൾ ഇത്രയും മികച്ചതാക്കിയ ഒരു സംവിധായകൻ്റെ അടുത്ത പടം എന്തായിരിക്കും എന്നുള്ള ആ കാത്തിരിപ്പ് ഒരുപാട് കാലമായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്തായിരിക്കും അടുത്തൊരു വർക്ക്? അടുത്തൊരു സിനിമ ഇപ്പോൾ ഞാനൊരു ഐഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്ലോട്ടും ഈ പറഞ്ഞ പോലെ കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പം അത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള എല്ലാ കഥകളിലും എനിക്ക് തോന്നണത് പ്ലോട്ട് ഭയങ്കര എക്സൈറ്റിങ്ങും എന്നാൽ അതിൽ ഒരുപാട് വെല്ലുവിളികളും ഉള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഇതും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ വെല്ലുവിളികളെ പതുക്കെ തരണം ചെയ്യാനുള്ള അതിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സിലും അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. പോൾസനാൻ്റെ ഒരു കഥയാണ്, പോൾസനും ശ്യാമും കൂടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് അതിങ്ങനെ വർക്ക്. എനിക്ക് തോന്നുന്നത് ഇത് വട്ടത്തുനിന്ന് തോന്നണം, ഏകദേശം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. അതൊരു ഡ്രാമയാണ്, അതാണ് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ പറയില്ലെന്നാണ് തോന്നുന്നത്. അത് അത്ര ആയിട്ടില്ല, നമ്മളും ഇങ്ങനെ ഉറപ്പ് വരുന്നത്. നമ്മളൊരു സിനിമയുടെ ഒരു പ്രോസസ്സിലാണ് അതിൻ്റെ ഒരു ജോണറും പരിപാടികളൊക്കെ ഇങ്ങനെ ഫൈൻഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ എൻഗേജിങ് ആയിട്ടുള്ളൊരു എൻ്റെ മുമ്പിലത്തെ സിനിമകളിൽ നിന്ന് കുറച്ചും കൂടെ വിട്ടിട്ടാണെന്ന് ഞാൻ കരുതുന്നു. കുറച്ചും കൂടെ ഡ്രാമയുള്ളൊരു കഥയാണ്. നിയർ ഫ്യൂച്ചറിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാമെന്നാണ് ആലോചന? ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവുക എന്നുള്ളതാണ്. 1-2 സിനിമകളും കൂടെയൊക്കെ തൊട്ടടുത്ത് തന്നെ പുറകെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്, ഡയറക്റ്റ് ചെയ്യണമെന്ന്. ഒരുപാടല്ലെങ്കിലും ചില സിനിമകൾ നമ്മൾ സാധ്യമായി കാണാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊഡക്ഷൻ ആക്റ്റീവ് ആക്കണമെന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും കുറച്ചും കൂടെ സെലക്റ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സും കുറച്ച് നല്ല ക്യാരക്ടേഴ്സും കൂടെ ഒരു ആക്ടർ എന്ന നിലയിൽ ഇനിയും വർക്കിന് അതിൽ ഞാനിപ്പം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടും അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്ന തിരക്കിലേക്ക് കിടക്കുന്നത് കൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ അഭിനയ പരിപാടികളൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം വളരെ നല്ലതെന്നും ഒക്കെ തോന്നുന്ന വളരെ സെലക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടറൊക്കെ ആയിട്ട് സംവിധാനത്തിന് ശേഷം വീണ്ടും സജീവമാണെന്ന് തന്നെ കരുതുന്നു. ഈ ദിലീഷ് പോത്തൻ ചെറുപ്പക്കാരനാകാൻ വേണ്ടി കാലടിക്ക് പോയി എന്നാണ് പലരും, അല്ലെങ്കിൽ എംസിക്ക് പോയി എന്നാണ് പലരും ആക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ വീണ്ടും ഒരു ചെറുപ്പക്കാരനാവാനുള്ള പോക്കുണ്ടെന്ന് ഒരു പ്രശ്നം പറയാം. അത് ഞാൻ ഇപ്പം കാലടി പഠിക്കുന്ന സമയത്ത് എന്നിലുണ്ടായൊരു മാറ്റം എനിക്കൊരു കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള എന്നെക്കാളും താഴത്തെ പ്രായത്തിലുള്ള ആളുകളുമായിട്ട് വളരെ അടുത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇടപഴകാനും സാധിച്ചു എന്നുള്ളത് തന്നെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ കരുതിയിരുന്ന ഒരു 10 വർഷത്തിനിപ്പുറം ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോകണം,
വീണ്ടും ഒന്ന് നമ്മൾ സ്ഥിരം നിൽക്കുന്ന വേൾഡിൽ നിന്നൊന്ന് മാറിയിട്ട് കുറച്ച് വേറെ ചില ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടൊന്ന് ഇൻവോൾവ് ആവണം. അത് നമ്മളെ കുറച്ചും കൂടെ റിഫ്രഷ് ആക്കും, പുതിയതുമായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആലോചനയിലായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എന്തെങ്കിലും പുറത്തെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നൊക്കെയുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്തിയപ്പോഴത്തേക്ക് എനിക്കത് ഇവിടുന്ന് മാറി നിൽക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നിയില്ല. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ടൈമാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആണ് ഇപ്പോൾ ഒരു ചെറിയ PhD ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പെർഫോമിംഗ് ആർട്സിൽ തന്നെ ഒരു PhD ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് MG യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോൾ ദിലീഷിനെ ഒരു ആരാധനാ പുരുഷനാക്കി കാണുന്ന അല്ലെങ്കിൽ റോൾ മോഡലായിട്ട് കാണുന്ന ഒരുപാട് പുതിയ പിള്ളേരുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് പറയാൻ പറ്റുക? ഒരു ഫിലിം മേക്കർ എന്ന നിലയിലോ ആക്ടർ എന്ന നിലയിലോ പ്രൊഡ്യൂസർ എന്ന നിലയിലോ ഒക്കെ പ്രൊഫഷണലി നിങ്ങൾ എൻ്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യാം. നിങ്ങൾക്കത് അടിപൊളിയായിരിക്കാം ചിലപ്പോൾ. പക്ഷേ അത് ഒരു റെഫറൻസ് ആയിട്ട് മാത്രമേ നിങ്ങൾ കീപ്പ് ചെയ്യുള്ളൂ. ഇതായിരിക്കില്ല ഒരു പുതിയൊരാൾ സമീപിക്കേണ്ട രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഓരോരുത്തരും അവരവരുടെ സാധ്യതകളിലും ഇതിൽ നിന്ന് വേണം അതിനെ സമീപിക്കാൻ. പിന്നെ ഒരു ഈ പറഞ്ഞ ഈ 3 മേഖലകളിലല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആരോടും എന്നെ ഫോളോ ചെയ്യാൻ പറയില്ല. കാരണം ഞാൻ അത്ര നല്ലൊരു ഇതാണോ, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ അളക്കുമ്പോഴത്തേക്ക് അത് അത്ര മാത്രം നല്ലതാണെന്നൊക്കെ എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. സെൽഫ് റിഫ്ലക്ഷൻ നമുക്ക് എല്ലാത്തിനും ഒരു ഫിലോസഫിക്കൽ എൻഡ് കൂടെ വേണം. ദിലീഷ് പൊത്തൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ദിലീഷ് ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പൊത്തനാവുന്നതും ഇത്രയും കാലമായിട്ട് വന്ന ഒരു ജേണി ഉണ്ടല്ലോ, അതിൽ നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഞാനങ്ങനെ ഒരു ആഗ്രഹിച്ചതോ സ്വപ്നം കണ്ടോ ഒന്നുമല്ല. അതിനും മേലെയുള്ളൊരു വിജയമോ അല്ലെങ്കിൽ അങ്ങനെയൊരു അവസ്ഥ കരിയറിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ഇപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പോലും, ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഇത്രയും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കരിയറിലേക്ക് എത്തിപ്പെടും എന്നൊരു ശുഭാപ്തി വിശ്വാസമുള്ള ആളൊന്നും ആയിരുന്നില്ല. നമ്മുടെ കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പലരും ഇതിനിടയിൽ വെച്ചിട്ട് ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിതത്തിൻ്റെ ബാക്കി മേഖലകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട്. നിർത്തിപ്പോയ പല സുഹൃത്തുക്കളും നമുക്കുണ്ട്. ഈ എത്തപ്പെട്ടവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സക്സസ്ഫുള്ളായിട്ട്. അപ്പം എനിക്കതിങ്ങനെ ഭയങ്കര ഒരു ഹോപ്പ്ഫുള്ളോടുകൂടി നിങ്ങളങ്ങനെ ശ്രമിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളവിടെ എത്തും എന്നൊന്നും എനിക്ക് ഓഫർ ചെയ്യാൻ തോന്നാറില്ല എൻ്റെ ആ പരാജയങ്ങളിൽ. പക്ഷേ ആ പരാജയങ്ങളൊക്കെ എന്നെ നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പരാജയങ്ങളുടെ ധൈര്യത്തിലാണ് പുതിയൊരു റിസ്ക് എടുക്കാൻ എന്നെ എല്ലാ സമയത്തും പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം ആളുകൾക്കുള്ളൊരു പ്രതീക്ഷയുണ്ട്, പ്രേക്ഷകർക്ക്. ഇപ്പോൾ എൻ്റെ ഒരു അടുത്ത സിനിമ എന്തായാലും വരുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതൊന്ന് കണ്ടു നോക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ കുറച്ച് കാലം കൂടെ മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. നാടൻ മാങ്ങയാണോ? പോകാൻ നേരത്തെ നമുക്ക് മേടിക്കാം. ഞാൻ ഇപ്പോൾ ദേഹത്തെല്ലാം വീഴുമ്പോൾ ഈ പോണ്ട സാധനമൊക്കെ ആയിട്ട് മുറിക്കകത്ത് വെക്കാൻ അതെ, പോളിഷ് ചെയ്യും. തടിയെ ചെയ്ത പണ്ടൊക്കെ ചാണകം ഒഴിവായി, ഇപ്പം ഇത് പകരം പോളിഷ് ചെയ്യുക. ഇങ്ങനെ പുറകോട്ട് വന്നാൽ ഒരു വണ്ടി വന്നിട്ട് എടുത്തിട്ട് ബദ്ലേയം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നൊരു പടം ഷൂട്ട് കഴിഞ്ഞു. അതിൻ്റെ പരിപാടി